ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിന്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ ആണ് നമ്മുടെ വിഷയം. ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ലോ ഓഫ് അട്രാക്ഷൻ വളരെ വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയം തന്നെയാണ്. നമ്മൾ അക്കാഡമിക് തലങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ശാസ്ത്രം, അതുപോലെ തന്നെ ഭൗമശാസ്ത്രം, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, അങ്ങനെ പല പല വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു വ്യക്തിയെയും അതാത് വ്യക്തിയായിട്ട് രൂപപ്പെടുത്തുന്ന, അതാത് വ്യക്തികളുടെ ഉന്നമനത്തിനോ അല്ലെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കോ അവനെ നയിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടൂള് അവനവൻ്റെ മനസ്സ്. ആ മനസ്സിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ആ സാധ്യതകളെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും കാര്യമായിട്ടുള്ള പഠനമൊന്നും സാധാരണഗതിയിലെ അക്കാഡമിക് തലങ്ങളിൽ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാഡമിക്കലി എത്രമാത്രം ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റ് വിധത്തിൽ എത്രമാത്രം ഉന്നതിയിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും, പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ സാഹചര്യങ്ങളുടെ മുന്നിൽ വളരെ ദയനീയമായിട്ട് നിസ്സഹായ അവസ്ഥയിൽ തന്നെ നിലനിന്ന് പോകുന്നു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെ നമ്മുടെ മനസ്സിനെ കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും കൃത്യമായിട്ട് അതിനെ എങ്ങനെയാണ് ഓരോരോ സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്യത്ഭുതകരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് സ്വയം നയിക്കാനും മറ്റുള്ളവരെ നമുക്ക് നയിക്കപ്പെടാനും എന്തായാലും തീർച്ചയായിട്ടും സാധിക്കും. അത്രമാത്രം സാധ്യതകളുള്ള ഒന്ന് തന്നെയാണ് മനസ്സ്. ആ മനസ്സിന്റെ സാധ്യതകളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അറിവുകളാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു വിഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളിൽ ഭൂരിഭാഗം പേരും പറയാറുണ്ട് വിധി, അല്ലെ, എൻ്റെ വിധി ഇങ്ങനെയായിപ്പോയി, അല്ലെങ്കിൽ എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി, തുടങ്ങിയ കാര്യങ്ങളിൽ വിധിയെ പഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വിധി ഒന്ന് മാറ്റി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇങ്ങനെയെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള വിധത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് വിധി, അല്ലെങ്കിൽ ഈ വിധി എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. പലരും കരുതുന്നത് അമാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിധി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും വിധിയെ ഒരു മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ അതിൽ ചില തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ദേവാലയ ദർശനങ്ങള്, പൂജകള്, പ്രാർത്ഥനകള്, വഴിപാടുകള് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് തിരിയുന്നത്. പക്ഷേ അതിനെല്ലാം ഉപരി, ഇതിനെല്ലാം അടിസ്ഥാനം, ഈ പറയുന്ന വിധിയുടെ അടിസ്ഥാനം, വിധിയുടെ വിത്ത് എന്ന് പറയുന്നത് അവനവന്റെ മനസ്സിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവനവനിൽ തന്നെയാണ് എന്നത് തിരിച്ചറിയാൻ, അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പലരും മറന്നു പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം. അപ്പോൾ അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാധാന്യവും. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു വലിയ വലിയ അറിവില് ഒരു ചെറിയ ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ വലിയൊരു ടൂളിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ പറഞ്ഞു വന്നത് വിധിയെക്കുറിച്ചാണ്. ഈ വിധി, ഞാൻ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളയും, തൽക്കാലം അതേക്കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല, അതുകൊണ്ട് മാത്രമാണ്. ഈ വിധി എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപന രീതി അതിലെടുക്കുകയാണ് എങ്കിൽ, എങ്ങനെയാണ് ഓരോരുത്തരുടെയും വിധി രൂപം കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ചില സ്റ്റെപ്സുകളുണ്ട്, ചില ചവിട്ടുപടവുകളുണ്ട്. അതിൽ ഏറ്റവും പ്രാഥമികമായിട്ട് വരുന്നത് ചിന്തകളാണ്. അതായത് ഒരു വ്യക്തിയിലൂടെ നിരന്തരം ആവർത്തിച്ച് കടന്നു പോകുന്ന ചിന്തകള് ക്രമേണ അദ്ദേഹത്തില് വാക്കുകളായിട്ട് രൂപപ്പെടും. നമുക്കറിയാം, നമ്മളൊരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ സാവധാനം അത് വാക്കുകളായിട്ട് പുറത്തേക്ക് വരും. നമ്മൾ അതേക്കുറിച്ച് വാചാലമാകാൻ തുടങ്ങും, അല്ലെ? അപ്പോൾ കുറേയൊക്കെ നമ്മൾ അതേക്കുറിച്ച് വാക്കുകളിലൂടെ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാവധാനം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളിലേക്ക് കടക്കും, പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. അപ്പോൾ ചിന്തകള് വാക്കുകളായിട്ട് മാറുന്നു, വാക്കുകള് ക്രമേണ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിയുന്നു.
അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ, അതായത് നിരന്തരമായിട്ടുള്ള പ്രവർത്തികൾക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ശീലമാണ്. അതായത് അതാത് പ്രവൃത്തികള് അതാത് വ്യക്തികളുടെ ശീലങ്ങളായിട്ട് മാറും. ശീലങ്ങളായിട്ട് മാറും. ശീലങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്വയം ഒരു എഫേർട്ട് എടുക്കാതെ സ്വമേധയാ അത് സംഭവിക്കും. ഒരു ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ചെറുതായിരുന്ന സമയത്ത് അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു അത് ചെയ്യുന്നത്. ആദ്യം ഒരു പഠിപ്പിച്ചു തന്നിരുന്നു, അവർ ചെയ്തു തന്നിരുന്നു, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. പിന്നെ നമ്മൾ സ്വയം മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ആ ചെറിയ പ്രായത്തിൽ ചെയ്തു തുടങ്ങി. നമ്മുടെ ശീലമായതിനു ശേഷം അത് സ്വയമേവ അത് ചെയ്യാൻ തുടങ്ങി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ബ്രഷ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. ആരും നമ്മളോട് പറയേണ്ട, നമ്മൾ സ്വയം അത് ചെയ്യാൻ തുടങ്ങി. ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി. അതായത് അത് ശീലത്തിലേക്ക് പോയി. ഈ ശീലങ്ങൾ, ഇതുപോലെ ധാരാളം ശീലങ്ങൾ നമുക്കുണ്ട്. ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, പുറത്തേക്കൊക്കെ പോയിട്ട് വന്നാൽ ഒന്ന് കാലും മുഖവും എല്ലാം കഴുകിയിട്ട് മാത്രം അകത്തേക്ക് കയറുന്ന വ്യക്തികളുണ്ട്, അല്ലെ? അപ്പോ സ്വാഭാവികമായിട്ട് ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശീലങ്ങള് ക്രമേണ അതാത് വ്യക്തികളുടെ സ്വഭാവമായിട്ട് മാറും. അവരുടെ സ്വഭാവത്തില് അത് അലിഞ്ഞു ചേരും. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വ്യക്തിത്വമാണ്. അതായത് ഈ വിധത്തിലുള്ള ശീലങ്ങൾ സ്വഭാവമായിട്ട്, ആ സ്വഭാവമാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വമായിട്ട് തീരുന്നത്. ഈ വ്യക്തിത്വമാണ് വിധിയെ തീരുമാനിക്കുന്നത്. അതായത് ഈ വ്യക്തിയിലെ ഈ പറയുന്ന ശീലങ്ങളും സ്വഭാവങ്ങളും എല്ലാം കൂടി ചേർന്ന ആത്യന്തികമായിട്ടുള്ള ആ വ്യക്തിത്വമാണ് ആ വ്യക്തിയുടെ വിധിയെ അല്ലെങ്കിൽ ഭാവിയെ തീരുമാനിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഈ ഭാവിയെ, ഈ വിധിയാണ് നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ മറ്റാരൊക്കെയോ നമ്മളിലേക്ക് കെട്ടിയിറക്കി തന്ന, മറ്റാരൊക്കെയോ നമ്മളിലേക്ക് ചാർത്തി തന്ന എന്തോ ഒന്നാണ് എന്ന് തെറ്റിദ്ധരിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല, ഇതിൽ ഒന്നും ഒരു പങ്കുമില്ല എന്ന് കരുതി അതെല്ലാം വിധിയാണ്, അത് വിധി പോലെ വരട്ടെ, വിധി അനുഭവിച്ചല്ലേ മതിയാകൂ എന്നെല്ലാം കരുതിയിട്ട് നിസ്സഹായമായിട്ട് മാറി നിൽക്കുന്നത്. പക്ഷെ അതിലപ്പുറം ഇതെല്ലാം തുടങ്ങുന്നത് അതാത് വ്യക്തികളുടെ കേവലം ചിന്തകളിൽ നിന്ന് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചിന്തകളാണ് വാക്കുകളായിട്ടും പ്രവൃത്തികളായിട്ടും ശീലമായിട്ടും സ്വഭാവമായിട്ടും വ്യക്തിത്വമായിട്ടും പിന്നീട് വിധിയായിട്ട് മാറുന്നത് എന്നത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വിധിയിൽ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്താൻ സാധിക്കും. എങ്ങനെ? ഇതിൻ്റെ എല്ലാം ആധാരമായിട്ടുള്ള, ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ള ചിന്തകളിൽ മാറ്റം വരുത്തുന്നതിലൂടെ വിധിയിൽ മാറ്റം വരുത്താം. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ചിന്തകളാണ്. സകലത്തിനെയും, ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സകല മനുഷ്യ സൃഷ്ടികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ചിന്തകൾ തന്നെയാണ്. ഏതോ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ എപ്പോഴോ കടന്നുപോയ ചിന്തകൾ, അതാണ് പിന്നീട് വിധിയായിട്ട് മാറുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മുൻ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തായി തീരണമോ അത് സ്വപ്നം കാണൂ എന്ന്, അല്ലേ? നിങ്ങൾക്ക് എന്തായി തീരണോ അത് നിങ്ങൾ നിരന്തരം സ്വപ്നം കാണൂ എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് 2 വരികളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം എന്താണ് സ്വപ്നമെന്നും വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സ്വപ്നം, എന്തായിരിക്കണം സ്വപ്നം എന്നും അദ്ദേഹം അപ്പുറത്ത് വളരെ മനോഹരമായിട്ട് അതുപോലെ 2 വരികളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എന്താ സ്വപ്നം? അദ്ദേഹം നമ്മളോട് പറയുന്നു, സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ചിന്തകൾ, അതാണ് നിങ്ങളുടെ സ്വപ്നം, അതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. നമ്മുടെ ഉറക്കം കെടുത്തുന്ന ചിന്തകൾ. അപ്പോൾ ഉറക്കം കെടുത്തുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാം, അത് നിരന്തരം 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 കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ആ ചിന്തകളിൽ തന്നെയായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ചിന്തകള് വാക്കുകളായിട്ട്, പ്രവൃത്തികളായിട്ട്, ശീലമായിട്ട്, സ്വഭാവമായിട്ട്, വ്യക്തിത്വമായിട്ട്, വിധിയായിട്ട് രൂപപ്പെടും. അപ്പൊ അവിടെ നിന്ന് തുടങ്ങണം. സൈക്കോളജി വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ ഒരു ദിവസത്തിൽ കടന്നു പോകുന്നത് ശരാശരി 30,000 മുതൽ 60,000 വരെ ചിന്തകളാണ് എന്നുള്ളത്. അപ്പോ ഈ 30,000 മുതൽ 60,000 വരെ ചിന്തകൾ എന്ന് പറയുമ്പോൾ ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള 30,000 ചിന്തകൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള 60,000 ചിന്തകൾ അല്ല. പിന്നെയോ കുറേ അധികം ചിന്തകളുടെ ആവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഒരു 100 ചിന്തകൾ
ആയിരിക്കും ആവർത്തിക്കപ്പെടുന്നത്. അതും 100 ചിന്തകളുടെ ആവർത്തനം എന്ന് പറയുമ്പോൾ പോലും അത് കൃത്യമായിട്ടുള്ള ഒരു നേർരേഖയിലല്ല. അതായത് 30,000 ഡിവൈഡഡ് ബൈ 100 അങ്ങനെയല്ല. പിന്നെയോ ഒരു പക്ഷേ ഇതിലേതെങ്കിലും ഒരു ഒറ്റ ചിന്തയായിരിക്കും ഒരു 20,000 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഇനി മറ്റേതെങ്കിലും ഒരു ചിന്ത ഒരു 5,000 പ്രാവശ്യം ആവർത്തിക്കും, വേറെ ഏതെങ്കിലും ചിന്ത ഒരു 1,000 പ്രാവശ്യം ആവർത്തിക്കും. അങ്ങനെയായിരിക്കും. എല്ലാ ചിന്തകളും ഒരേ വിധത്തിൽ ഒരേ റേഷ്യോയിലല്ല ആവർത്തിക്കപ്പെടുന്നത്. അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന ചിന്തകൾ സ്വാഭാവികമായിട്ടും വാക്കുകളായിട്ടും പ്രവൃത്തികളായിട്ടും ഒക്കെ രൂപാന്തരപ്പെടാൻ തുടങ്ങും. ഏറ്റവും അവസാനം അത് നമ്മൾ ഈ കരുതുന്ന വിധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത്, അതിനാനുപാതികമായിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ, തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തില് ഉള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങള്, ലക്ഷ്യങ്ങള് കൃത്യമായ വിധത്തിൽ അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇല്ലേ? ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഇതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്? നോക്ക്, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിച്ചോട്ടെ. റോഡ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പോകും. വളവുകളുണ്ട്, തിരിവുകളുണ്ട്, വലത്തേക്ക് തിരിയാം, ഇടത്തേക്ക് തിരിയാം, ഇതൊക്കെ ചെയ്യാം. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് വാഹനം ഓടിക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റിയറിങ്ങും ബ്രേക്കും ആക്സിലറേറ്ററും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വാഹനത്തെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയുടെ കൈവശമാണ് ഈ വാഹനം കിട്ടുന്നതെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്തിലേക്ക് ആ വാഹനം എത്തിക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റോഡുകൾ ഉണ്ടാവും, തിരിവും വളവും കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് ആ വാഹനത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കും. പക്ഷെ ശരിയായ വിധത്തിൽ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളുടെ കയ്യിലാണ് ഈ വാഹനം കിട്ടുന്നത് എങ്കിലോ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല എന്നുള്ളത് മാത്രമല്ല, അപകടം സംഭവിക്കുകയും ചെയ്യും. ഇതേ കാര്യം തന്നെയാണ് മനസ്സിന്റെ കാര്യത്തിലും. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയാമെങ്കിൽ, നമ്മുടെ ചിന്തകളുടെ മേൽ നമുക്ക് നിയന്ത്രണം ഉണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തില് സുരക്ഷിതമായിട്ട് വേഗത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇത് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കുമെങ്കിലും പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ മനസ്സിന്റെ മേൽ നമുക്ക് അത്രമാത്രം നിയന്ത്രണങ്ങളുണ്ടോ എന്നുള്ളത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും ചിന്തകളിൽ കടന്നു വരില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഒരു കാര്യം ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല സാധാരണ വിധത്തില്, അല്ലെ? കാരണം അങ്ങനെ ചിന്തിക്കാതിരിക്കണമെങ്കിൽ മനസ്സ് നമ്മുടെ ശമ്പളക്കാരനാകണം. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മനസ്സ് നമ്മുടെ ശമ്പളക്കാരനല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തെ ചിന്തിക്കരുത് എന്ന് കരുതിയത് കൊണ്ട് മാത്രം ചിന്തിക്കാതിരിക്കില്ല. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാധാന്യം. എല്ലാവരും വീഡിയോയിൽ വളരെ രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നോക്ക്, അരുത് എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതൽ പ്രാവശ്യം ചിന്തിക്കാനായിരിക്കും ഒരു പ്രവണത സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചുവന്ന റോസാപ്പൂവ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ചുവന്ന റോസാപ്പൂ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുവന്ന റോസാപ്പൂ എന്ന് കൊണ്ടുവന്നു. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി അതിനെ വിട്ടുകളയുക. ഇനി അതേക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. വിട്ടുകളഞ്ഞേക്കുക. ഒരു 10 സെക്കൻഡ് ചുവന്ന റോസാപ്പൂവിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എത്ര പേർക്ക് പറ്റും നോക്കട്ടെ? എന്ത് പറയുന്നു? എത്ര പേർക്ക് ഇത്രയും സമയം, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, ഞാൻ മണിക്കൂറുകളൊന്നും പറഞ്ഞിട്ടില്ല, മിനിറ്റുകൾ പോലും പോയിട്ടില്ല, ഇത്രയും സമയം ഈ പറഞ്ഞ 10 സെക്കൻഡ് എത്ര പേർക്ക് ചുവന്ന റോസാപ്പൂവിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ടുണ്ട്? അല്ലെങ്കിൽ ചുവന്ന റോസാപ്പൂ മാത്രം മനസ്സിൽ വന്ന, പല വിധത്തിലുള്ള ചുവന്ന റോസാപ്പൂ, പല വലുപ്പത്തിലുള്ള ചുവന്ന റോസാപ്പൂ മാത്രം മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ഇട്ട് കാണട്ടെ, എത്രത്തോളം പേരുണ്ടെന്ന്. ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേ നോക്കട്ടെ. പോരട്ടെ, ഒന്ന് ആക്റ്റീവ് ആകൂ. ചുവന്ന റോസാപ്പൂ മാത്രം മനസ്സിൽ വന്നിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് കമന്റ് ഇട്ടേ. വരട്ടെ. യെസ്.
അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ചുവന്ന റോസാപ്പൂ മാത്രമാണ് വരുന്നത്. ആക്ച്വലി ഞാൻ എന്താ പറഞ്ഞത്, 2 ഫ്ലവർ വന്നവരുണ്ട്, 5 ഫ്ലവർ വന്നവരുണ്ട്, കുറേ ഫ്ലവർ വന്നവരുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ എന്താ പറഞ്ഞത്, വളരെ നിസാരമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു 10 സെക്കൻഡ് സമയം ചുവന്ന റോസാപ്പൂവിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ അത്ര സമയമാണെങ്കിൽ പോലും ആ ചുവന്ന റോസാപ്പൂക്കൾ മാത്രമാണ് നിറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സിന്റെ മുകളിൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളത്. നമ്മുടെ മനസ്സിനെ കൃത്യമായിട്ട് നമുക്ക് നിയന്ത്രിക്കാം. അതിന് ചില മാർഗങ്ങളുണ്ട്. അവിടെയാണ് മനസ്സിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെ കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ചുവന്ന റോസാപ്പൂവിനെ മനസ്സിൽ നിന്ന് വിട്ടു കളയാൻ പറ്റുമോ എന്ന് നോക്കാം. ആ ചുവന്ന റോസാപ്പൂവ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. അപ്പൊ നിങ്ങളിപ്പോ ഒരു ചുവന്ന റോസാപ്പൂവ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ചുവന്ന റോസാപ്പൂവിന്റെ മുകളിലേക്ക് ഒരു മഞ്ഞ നിറമുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രശലഭം ഇങ്ങനെ ചിറകടിച്ച് പറന്നു വന്നിരിക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കുക. അല്പസമയം അതിലിരുന്നിട്ട് അത് തേനെല്ലാം കുടിച്ചിട്ട് സാവധാനം ആ മഞ്ഞ ചിത്രശലഭം അതിൻ്റെ മുകളിൽ നിന്ന് എണീറ്റ് മെല്ലെ പറക്കുകയാണ്. ആ ചിറകടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സാവധാനം ആ ചിത്രശലഭം അതിൽ നിന്ന് പറന്ന് അടുത്ത മറ്റൊരു പൂവിലേക്ക്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ജമന്തി പൂവിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ്. അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് വേറെ 2 ചിത്രശലഭങ്ങൾ കൂടി അതിനടുത്തേക്ക് വന്നു. അതിനടുത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള 2 ശലഭങ്ങൾ കൂടി വന്നു. ഇപ്പോൾ ആ 3 ശലഭങ്ങളും കൂടി വളരെ രസകരമായിട്ട് അവിടെ നൃത്തം ചെയ്യാണ്. ഒരു പ്രത്യേക പാറ്റേണിൽ ഇങ്ങനെ പറക്കുകയാണ്. അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ കാണാം. ഒപ്പം ഒരു ചെറിയ കുട്ടി ആ ശലഭങ്ങളെ കൗതുകത്തോടെ നോക്കി അതിനടുത്തേക്ക് ഓടി വരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാം. ഇത്രയും കാഴ്ചകൾ കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ഇപ്പൊ നോക്ക്, റൈറ്റ് നൗ ഈ മൂമെന്റില് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ആ ചുവന്ന റോസാപ്പൂ ഉണ്ടോ? പറയും. ഇല്ല. ഒന്ന് കമന്റ് ചെയ്തു. ആരുടെയെങ്കിലും മനസ്സിൽ ആ ചുവന്ന റോസാപ്പൂ ഉണ്ടോ? ഇല്ല. നമ്മൾ വാസ്തവത്തിൽ എന്താ ചെയ്തത്? ആ ചുവന്ന റോസാപ്പൂവിനെ നോക്കി അതിനെ തന്നെ മനസ്സിൽ നിറഞ്ഞു നിന്ന് അതിനെ നന്നായിട്ട് ആസ്വദിച്ചു. പക്ഷേ നമ്മൾ എന്താ ചെയ്തത്? അപ്പോഴേക്കും മനസ്സിന് മറ്റൊരു ജോലി കൊടുത്തു, മറ്റൊരു കാഴ്ച കൊടുത്തു. അതിന് ഏറ്റവും ഇഷ്ടമുള്ള, വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ മറ്റൊരു കാഴ്ച കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രദ്ധ അവിടേക്ക് പോയി. അങ്ങനെ ശ്രദ്ധ അവിടേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പുറത്ത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ആ ചുവന്ന റോസാപ്പൂവിനെ വിട്ടുകളഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞുദാഹരണമാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളെ ഒരേ വിധത്തിൽ പ്രോസസ്സ് ചെയ്യാൻ, ഒരേ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ അവന്റെ ബ്രെയിനിന് സാധ്യമല്ല. നമ്മൾ നേരത്തെ ചുവന്ന റോസാപ്പൂ എന്ന് പറഞ്ഞു നിന്നപ്പോൾ അവിടെ തന്നെ നിങ്ങളുടെ മനസ്സ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അതേസമയം ഇപ്പുറത്ത് അതിന് കൂടി ഇഷ്ടമുള്ള, അതിനു കൂടി ഉചിതമായിട്ടുള്ള മറ്റൊരു കാര്യം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യം കൊടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും ആ ചുവന്ന റോസാപ്പൂവിനെ വിട്ടിട്ട് മനസ്സ് ഇപ്പുറത്തേക്ക് വന്നു. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഏറ്റവും രസകരമായിട്ട്, ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. അതായത് സാധാരണഗതിയിൽ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്ന ശരിയായിട്ടുള്ള ചിന്തകളില്ല എങ്കിൽ, ഈ അഴിച്ചുവിട്ട ഒരു തെരുവ് നായയെ പോലെ അതിങ്ങനെ പരതി നടക്കും. അഴിച്ചുവിട്ട തെരുവുനായിക്ക് എന്താ സംഭവിക്കുന്നത്? അതിനറിയില്ല ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് കാണുന്നത് എല്ലാത്തിലും പോയിട്ട് തലയിടും. അത് ചെളിയായിക്കോട്ടെ, വേസ്റ്റ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിലെല്ലാം പോയിട്ട് തലയിടും. അതിനെല്ലാം പോയിട്ട് ടേസ്റ്റ് നോക്കും. അതേസമയം നമ്മൾ അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഭക്ഷണം ഇപ്പുറത്ത് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ ചുറ്റിപ്പറ്റി അവിടെ നിന്നോളും. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ശരാശരി വ്യക്തിയുടെ മനസ്സിൽ ഒരു ദിവസം 30,000 മുതൽ 60,000 വരെ ചിന്തകളാണ് കടന്നു പോകുന്നത്. അതിൽ ഭൂരിഭാഗം ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുന്നതിനായിരിക്കും മാനിഫെസ്റ്റേഷൻ സംഭവിക്കുക എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും ഒക്കെ
ചിന്തകളുടെ രൂപത്തിൽ നമ്മൾ അവിടെ കൊടുക്കുകയാണ് എങ്കിൽ ബോധപൂർവം തന്നെ, എങ്ങനെ ബോധപൂർവം തന്നെ നമ്മൾ അവിടെ കൊടുക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അതായിരിക്കും സംഭവിക്കുക. ഇവിടെ ബോധപൂർവം കൊടുക്കുമ്പോൾ അത് സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കും. എന്താ? അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അവിടെ ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഒരേ സമയം വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ പ്രോസസ് ചെയ്യാൻ, രണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് സാധാരണഗതിയിൽ ആവില്ല എന്ന് പറഞ്ഞല്ലോ. ഇവിടെയും അത് തന്നെ സംഭവിക്കും. എന്ത്? ഈ അനാവശ്യ ചിന്തകൾ അല്ലെങ്കിൽ നമ്മളിലൂടെ കടന്നു പോകാൻ ഇടയുള്ള പ്രതികൂല ചിന്തകൾക്ക് അവിടെ തടസ്സം സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന്, പ്രതികൂല ചിന്തകൾ അവിടെ ആവർത്തിച്ചുകൊണ്ട് നമ്മളിൽ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് സംഭവിക്കില്ല. രണ്ട്, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അനുകൂലമായിട്ടുള്ള നമുക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാകത്തിലുള്ള ചിന്തകൾ ബോധപൂർവം തന്നെ നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോ ഈ വിധത്തിൽ ചിന്തകൾ ബോധപൂർവം കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു മാർഗങ്ങളാണ്, അല്ലെങ്കിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, ശക്തമായിട്ടുള്ള മാർഗമാണ് അഫർമേഷൻസ്. മലയാളത്തിലെ ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോ ഈ വിധത്തിലുള്ള അഫർമേഷൻ, നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള, നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അഫർമേഷൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നിട്ട് അത് ഒരു മന്ത്രജപം പോലെ തന്നെ, മന്ത്രജപം പോലെ നിരന്തരം മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ചുണ്ടുകളൊന്നും അനങ്ങണ്ട, മുഖഭാവം ഒന്നും മാറേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, എല്ലാ ജോലികളുമില്ല, ചിലത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതുണ്ടാകും, അവിടെ മനസ്സർപ്പിച്ച് ചിന്തകൾ അർപ്പിച്ച് തന്നെ ചെയ്യേണ്ടതുണ്ടാകും. പക്ഷെ അതല്ലാത്ത സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അഫർമേഷൻ ബോധപൂർവം തന്നെ നമുക്ക് ആവർത്തിച്ചു കൊണ്ടേയിരിക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫർമേഷൻ ഞാൻ പറയാൻ കേട്ടോ ലാസ്റ്റ്. ആദ്യം അഫർമേഷൻ എന്താണെന്നും അതിന്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ അഫർമേഷൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അഫർമേഷൻ ചിന്തകളായിട്ട് ഇവിടെ മാറും. അത് ആവർത്തിക്കാൻ തുടങ്ങും, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല, അതിന് വേറെ വലിയൊരു സാധ്യത എന്ന് പറയുന്നത്, നമ്മൾ ബോധപൂർവം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ബോധത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് ഉണർന്നിരിക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതേ കാര്യങ്ങൾ നമ്മൾ ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാലും സബ് കോൺഷ്യസ് അത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ അതിൻ്റെ ആവർത്തനം നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഒന്ന്, കൂടുതൽ ഇഫക്റ്റീവായിട്ട് സബ് കോൺഷ്യസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് കൂടുതൽ ഫലപ്രദമായിട്ട് പ്രാബല്യത്തിൽ വരും. ഒന്ന്. രണ്ട്, ഏറ്റവും സുഖകരവും ശാന്തവുമായിട്ട് ഉറങ്ങാൻ സാധിക്കും. ഇല്ലേ? അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് പലരുടെയും ഉറക്കം കെടുത്തുന്നത് എന്താ? അവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്ത കാരണം, അല്ലെങ്കിൽ അവരുടെ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകൾ സംഭവിക്കാൻ കാരണം, ഞെട്ടി ഉണരാൻ കാരണം, ഇതൊക്കെ എന്താ? അവരിലൂടെ കടന്നു പോകുന്ന പ്രതികൂലമായ, അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന, ആശങ്കകൾ ഉളവാക്കുന്ന, സമ്മർദ്ദങ്ങൾ ഉളവാക്കുന്ന ചിന്തകളല്ലേ? അപ്പൊ അത്തരം ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള ചിന്തകളെ മാത്രമാണ് നമ്മൾ കടത്തി വിട്ടുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും സുഖകരമായിട്ട്, സുന്ദരമായിട്ട്, സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ സാധിക്കും. അത് തന്നെ വളരെ വലിയൊരു കാര്യമല്ലേ? അപ്പൊ ഈ വിധത്തിലും അഫർമേഷൻസ് നമുക്ക് പ്രയോജനപ്പെടും. ഇനി മറ്റൊരു കാര്യം, ഈ അഫർമേഷൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് പ്രതികൂലമായിട്ടുള്ള ചിന്തകൾ നമ്മളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂല ചിന്തകളോ, ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനിടയുള്ള ചിന്തകളോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ, അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള ഒരു ചിന്തയോ ഓർമ്മയോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങളോ മാനസിക സംഘർഷങ്ങളോ ഉണ്ടാകാനിടയുള്ള വിധത്തിലുള്ള ഏതെങ്കിലും കാഴ്ചകൾ കാണാനോ വാർത്തകൾ കേൾക്കാനോ ഒക്കെ ഇടയായാൽ, അപ്പോഴെല്ലാം നമ്മുടെ അഫർമേഷൻസ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കാണുകയോ ഒരു കാര്യം കേൾക്കുകയോ ചെയ്താൽ അത് നിങ്ങളിൽ കൂടുതൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നേരത്തെ ചുവന്ന റോസാപ്പൂവിന്റെ കാര്യം പറഞ്ഞതുപോലെ അത് എത്രയൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ വിചാരിച്ചാലും, എത്രയൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാലും അത് ഒഴിവായി പോവില്ല. 10 മടങ്ങ് ശക്തമായിട്ട് അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും.
പക്ഷെ അവിടെ നമുക്കൊരു നല്ല അഫർമേഷൻ ഉണ്ടെങ്കിൽ ബോധപൂർവം തന്നെ ആ അഫർമേഷൻ അവിടെ കൊടുത്താൽ ഈ പറയുന്ന വിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്തു പോകും. ഇത് വളരെ വലിയൊരു സാധ്യതയാണ്, വളരെ വലിയൊരു സാധ്യത. അതിനെ ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും പവർഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇതാണ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ അഫർമേഷന്റെ സാധ്യതകൾ എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളിൽ വളരെ കാര്യമായിട്ടുള്ള മാറ്റം വരുത്താൻ അഫർമേഷന് സാധിക്കും. ഇനി ഇതിന്റെ മറ്റൊരു രൂപമുണ്ട്. നമ്മൾ പഴയ മുത്തശ്ശിമാരെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് ചുണ്ടിൽ എപ്പോഴും ഒരു നാമജപം ഉണ്ടാകും. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നാമജപമോ ഒരു കീർത്തനമോ ഒക്കെ ഉണ്ടാകും. അവരെന്ത് ജോലി ചെയ്യുന്നതിനിടയിലും ഈ നാമജപം അല്ലെങ്കിൽ ഈ കീർത്തനം അവര് നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രതികൂലമായിട്ടുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോവില്ല, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ വേണ്ടി ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നിരന്തരം നിലനിർത്താൻ വേണ്ടിയിട്ട് ആ വിധത്തിലുള്ള കീർത്തനങ്ങളും മന്ത്രജപങ്ങളും ഒക്കെ അവരെ സഹായിക്കും. അത് തന്നെയാണ് ഇവിടെ അഫർമേഷന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മന്ത്രജപത്തിന് സമാനമായിട്ട് നമുക്ക് അഫർമേഷൻ സദാസമയം ഉപയോഗിക്കാം. എന്ത് ചെയ്യുന്നതിനിടയിൽ, യാത്ര ചെയ്യുന്നതിനിടയിൽ, മറ്റേതെങ്കിലും കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ഉപയോഗപ്പെടുത്താവുന്ന എല്ലാ സാഹചര്യങ്ങളിലും അഫർമേഷൻ ഒരു മന്ത്രജപം പോലെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മാത്രമല്ല ഉപയോഗപ്പെടുത്തുകയും വേണം. അത് എല്ലാ വിധത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം നിങ്ങളെ തീർച്ചയായിട്ടും പുരോഗതിയിലേക്ക് നയിക്കും. അപ്പൊ അതുകൊണ്ട് ആ സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്താം. ഇനി അഫർമേഷൻ, ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി അഫർമേഷൻസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അവിടെ ഉപയോഗിക്കാവുന്ന വാക്കുകൾക്കും മാറ്റി നിർത്തേണ്ട വാക്കുകൾക്കും ഒക്കെ പ്രാധാന്യമുണ്ട്. അതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് അടുത്ത ഘട്ടത്തിലേക്ക് പറയാം. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല സാറേ, ലേറ്റ് ആയിട്ടാണ് കയറിയത്. ഒന്ന് ഓടിച്ചിട്ടൊന്ന് ഒറ്റ വാക്കിൽ 1-2 വാക്കിൽ പറയാം. അത് ഇപ്പോഴല്ല, ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സാർ, താങ്ക് യു. ഇനി മറ്റെന്തെങ്കിലും? സർ, എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യോ? ചിലരിൽ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് ആയിരിക്കില്ലേ വർക്ക് ചെയ്യുന്നത്? അതിനെന്തിനാ ഇത്ര വികാരഭരിതയാവുന്നത്? നോക്കൂ, നിങ്ങളുടെ മനസ്സിലൂടെ എന്താണോ കടന്നു പോകുന്നത് അതായിരിക്കും വർക്ക് ചെയ്യുക. അത് ഡിറ്റാച്ച്മെന്റ് ആണെങ്കിൽ അങ്ങനെ, അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അങ്ങനെ. എല്ലാത്തിന്റെയും അടിസ്ഥാനം, ആധാരം ചിന്തകൾ തന്നെയാണ്. ആ ചിന്തകളുടെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കിട്ടും. അത്രയേ ഉള്ളൂ. ഒരു സംശയം കൂടെ, ഏത് തരത്തിലുള്ള ആളുകളിലായിരിക്കും അട്രാക്ഷൻ വർക്ക് ചെയ്യുക, ഏത് തരത്തിലുള്ളവരിലായിരിക്കും ഡിറ്റാച്ച്മെന്റ് വർക്ക് ചെയ്യുക? നിങ്ങളുടെ മനസ്സിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നവർക്ക്, അതായത് വളരെ ശാന്തമായിട്ട് നോക്കൂ, ഏത് വിധത്തിലുള്ള സ്ഥലങ്ങളിൽ വിത്ത് വിതച്ചാൽ അത് വേഗം വളരുക, ഏത് വിധത്തിലുള്ള സ്ഥലങ്ങളിൽ വിത്ത് വിതച്ചാൽ അത് വളരാതിരിക്കുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നത്? പറയൂ. നല്ല വളക്കൂറുള്ള അനുകൂല കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ വിത്ത് വിതച്ചാൽ, വിത്ത് വിതയ്ക്കേണ്ട വെറുതെ ഇങ്ങനെ വിതറിപ്പോയാൽ പോലും അത് കൃത്യമായിട്ട് മുളയ്ക്കും, വളരും, ഫലവും തരും. അതേസമയം പ്രതികൂലാവസ്ഥയിലുള്ള പാറപ്പുറത്തോ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ പ്രതികൂലമായ വിധത്തിലുള്ള മറ്റ് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നിടത്തോ വിത്ത് വിതയ്ക്കുന്നില്ല, വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് വിതച്ചാൽ പോലും അത് വളരാതിരിക്കുകയോ അതല്ലെങ്കിൽ വളർന്നാൽ തന്നെ വേണ്ട വിധത്തിൽ ഫലം തരാതിരിക്കുകയോ ഒക്കെ ആകാം. അപ്പൊ ഇവിടെ ഈ മണ്ണിന്റെ അല്ലെങ്കിൽ കൃഷിസ്ഥലത്തിന് സമാനം തന്നെയാണ് അവരവരുടെ മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷനില് നോക്കൂ, അവിടെ താങ്കൾ ചോദിച്ചതിന്റെ പൊരുൾ എനിക്ക് ഏകദേശം മനസ്സിലായി. അതായത് പലരും, ഭൂരിഭാഗവും ചെയ്യുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റോ ഒരു വീഡിയോ കണ്ടിട്ടോ ഒക്കെ ഒരു ടെക്നിക്ക് അങ്ങോട്ട് ചെയ്യും. പലരും കരുതുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു ടെക്നിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷെ ടെക്നിക്കുകൾ കിട്ടും, അതിനപ്പുറവും ഇപ്പുറവും ഉണ്ട്. നിങ്ങളൊരു കൃഷിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു വീഡിയോ കാണുകയാണ്, ഈ വിത്ത് വിതച്ച് 21 ദിവസം കഴിയുമ്പോൾ അതിന്റെ ഫലം കിട്ടും എന്ന് ഒരു വീഡിയോ കാണുക. നിങ്ങൾ ആ വിത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ സ്ഥലത്ത് വിതച്ചാൽ ഒരുപക്ഷെ ആ ഫലം കിട്ടില്ല എന്ന് മാത്രമല്ല, വിത്ത് മുളയ്ക്കുക കൂടിയില്ല.
അതിന്റെ അപ്പുറവും ഇപ്പുറവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ആ വിത്തിന്റെ സവിശേഷതകൾ, ആ വിത്ത് വിതച്ച ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അദ്ദേഹം നിങ്ങളോട് കളവ് പറഞ്ഞല്ല. പക്ഷെ അത് അദ്ദേഹം എവിടെയാണ് വിതച്ചത്, എന്തൊക്കെ പരിപാലനങ്ങളാണ് കൊടുത്തത്, ആ വിത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു, അതുകൊണ്ട് തന്നെ അത് വിതയ്ക്കുന്ന മണ്ണിന് എന്തെല്ലാം സവിശേഷതകൾ വേണം, ആ വിതയ്ക്കുന്ന ഇടത്തിന് കാലാവസ്ഥയിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകണം, ഇതെല്ലാം അതിന്റെ അനുബന്ധ ഘടകങ്ങളാണ്. അപ്പോ ഇതൊന്നും പരിപാലനം അല്ലേ? അറിയാതെ ഏതാ മനസ്സിലായി. പരിപാലനം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതെ അതെ അതൊരു അതെ പക്ഷേ അതെ. ഒരു പുസ്തകത്തിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റുള്ള ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി ദ സീക്രട്ട് അടക്കമുള്ള പുസ്തകം, ഇത് ഞാൻ വീഡിയോയിലൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ദ സീക്രട്ട് അടക്കമുള്ള പുസ്തകങ്ങൾ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും ആ പുസ്തകം എഴുതിയ കാലഘട്ടം, ആ പുസ്തകം എഴുതിയിരിക്കുന്ന സാഹചര്യം, ആ പുസ്തകം എഴുതിയിരിക്കുന്ന വ്യക്തി ജീവിച്ചിരുന്ന സ്ഥലം, അതായത് രാജ്യം, അവിടെ നിലനിന്നിരുന്ന മറ്റ് ഘടകങ്ങൾ, ഭൗതിക സവിശേഷതകൾ, ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമേരിക്കയിൽ എഴുതിയ ഒരു പുസ്തകം, അവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ആശയം നമ്മുടെ ഇവിടെ കേരളത്തിലെ ഒരു വ്യക്തി നടപ്പിൽ വരുത്താൻ ശ്രമിച്ചാൽ ഒരു പക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് പറ്റിയ സാഹചര്യങ്ങളോ അതിന് പറ്റിയ ചുറ്റുപാടുകളോ അതിന് പറ്റിയ മാനസികാവസ്ഥ ഒന്നും ആയിരിക്കില്ല ഒരുപക്ഷെ ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ കാലഘട്ടത്തിനും വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ആനുപാതികമായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരണം. ആനുപാതികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഫലങ്ങളും അവിടെ കിട്ടും. നമ്മുടെ ഇടത്ത്, നമ്മുടെ കൃഷിഭൂമിയിൽ ഒരുപക്ഷെ ഒരു വിത്ത് മുളയ്ക്കില്ലായിരിക്കാം, പക്ഷെ അവിടെ മുളയ്ക്കാൻ പറ്റുന്ന വേറെ ധാരാളം വിത്തുകളുണ്ട്. വളരെ യഥേഷ്ടം ഫലം തരാൻ പറ്റുന്ന വേറെ ധാരാളം ചെടികളുണ്ട്. അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുത്തിയിട്ട് അതിന്റെ ഫലം നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും അറിയാതെ ഏതെങ്കിലും അപ്പുറത്തൊരു പറമ്പിൽ അല്ലെങ്കിൽ ഒരു ബന്ധു വീട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു ചെടി നന്നായിട്ട് മുളച്ചു നിൽക്കുന്നു, നല്ല ഫലം കൊടുത്തിരിക്കുന്നു, എന്നാൽ അതിന്റെ ഒരു വിത്ത് വാങ്ങി ഇവിടെ മുളപ്പിക്കാമെന്ന് കരുതിയാൽ, നേരിട്ടൊരു വിത്ത് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് മുളപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ സാധിച്ചുകൊള്ളണമെന്നില്ല. അവിടെയാണ് ഈ സാധ്യതകളെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഈ പറഞ്ഞ മാതിരി മണ്ണിനും വിളഭൂമിക്കും സമാനമാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ആ മനസ്സിന് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് മാറുമ്പോൾ വ്യത്യാസമുണ്ട്, കാലഘട്ടത്തിൽ നിന്ന് കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ വ്യത്യാസമുണ്ട്, സാഹചര്യങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളിലേക്ക് മാറുമ്പോൾ വ്യത്യാസമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ക്ലിയർ ആയോ നിഷ മാം? അത് തന്നെയല്ല സാറേ, ഈ ലോ ഓഫ് അട്രാക്ഷൻ, ആക്ഷൻ ആണ് ലാസ്റ്റ് വരുന്നത്. ഈ ആക്ഷനും കൂടി നിർബന്ധമായിട്ടും വേണം. ആക്ഷൻ ഇല്ലാതെ ഒരു കാര്യം അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. മാത്രമല്ല തുടക്കത്തിൽ പറഞ്ഞത് തന്നെ, ചിന്തകൾ വാക്കുകളിലേക്കും വാക്കുകൾ പ്രവൃത്തിയിലേക്കും നയിക്കും. അതൊരു ബൈപ്പാസ് ചെയ്ത് പോകുന്ന സംഗതിയല്ല. മനസ്സിലായോ? ആക്ഷൻ വിത്തൗട്ട് അട്രാക്ഷൻ നത്തിങ് എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, പിന്നാലെ വരുന്നുണ്ട്, ബാക്കി വരുന്നുണ്ട്. അതിന് കുറച്ച് ഘടകങ്ങളിലൂടെ ഉണ്ടെന്ന് പറയില്ലേ, അതിലേക്ക് ഞാൻ വരാം. എന്തോ അഫർമേഷൻ പറയുമ്പോ ആ അത് നമുക്ക് ഇമോഷൻ നമ്മുടെ അതിലേക്ക് വരാം. അത് അടുത്ത ഘട്ടത്തിൽ വരുന്നുണ്ട്, പറയാം. ഒരു നിമിഷം. എന്നോട് ചോദ്യം ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ശരി, പറയൂ. ഇവിടെ ആരും എന്തോ ചോദിച്ചു തുടങ്ങിയല്ലോ. മനസ്സിലായില്ല. ഇന്ന പ്രായത്തിലുള്ളവർക്കുള്ള ജയിക്കുന്നുള്ള അങ്ങനെയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ സാധിച്ചാൽ, അതിനനുസരിച്ച് രൂപപ്പെടുത്താൻ സാധിച്ചാൽ പ്രായഭേദമൊന്നും ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യും. അത് മറ്റ് ചില അഡീഷണൽ മറ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പുറത്തുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ശരി, അപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. മ്യൂട്ട് ചെയ്യണേ. ഇനി അഫർമേഷൻസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളത്. ഒന്ന്, അഫർമേഷൻസ് നിർബന്ധമായിട്ടും പോസിറ്റീവായിരിക്കണം, പോസിറ്റീവായിട്ട് മാത്രമായിരിക്കണം. അതിന് കാരണം മനസ്സിന്റെ ഭാഷ എന്ന് പറയുന്നത് ചിത്രങ്ങളും വികാരങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അല്ല, ഇല്ല തുടങ്ങിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒരു ഉദാഹരണത്തിന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. എൻ്റെ മിക്കവാറും ട്രെയിനിങ്ങുകളിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഇന്ന് രാവിലെ 2 കരിഞ്ഞ ദോശയല്ല കഴിച്ചത്,
ഓക്കെ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പൊ ശരിക്കും എന്താണ് ഇമേജ് വന്നത്? എന്ത് ദോശയാണ് ഇമേജ് വന്നത്, അല്ലെങ്കിൽ എന്താണ് ഇമേജ് വന്നത്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇന്ന് രാവിലെ 2 കരിഞ്ഞ ദോശയല്ല കഴിച്ചത്. എന്താ ഇമേജ് വന്നിരിക്കുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് പറയാം. തൽക്കാലം മ്യൂട്ട് മാറ്റിത്തരാം. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇമേജ് വന്നത്? കരിഞ്ഞ ദോശ. കരിഞ്ഞ ദോശ. പക്ഷെ വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു, നല്ല ശുദ്ധമായിട്ടുള്ള മലയാളത്തിൽ ഞാൻ പറഞ്ഞു, കരിഞ്ഞ ദോശ അല്ല കഴിച്ചതെന്ന്, അല്ലേ? അപ്പോ എങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും കേട്ടു, എല്ലാവർക്കും നന്നായിട്ട് മലയാളം അറിയാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ വന്നത് എന്താ? കരിഞ്ഞ ദോശ അല്ല എന്ന് പറഞ്ഞപ്പോൾ പോലും മനസ്സിൽ വന്നത് കരിഞ്ഞ ദോശ തന്നെയാണ്. ചിലർക്ക് അതിന്റെ മണവും ചിലർക്ക് അതിന്റെ രുചിയും ഒക്കെ ഫീൽ ചെയ്തേക്കാം. ഇതെന്താ കാരണം? ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ എനിക്കത് എങ്ങനെ പറയാമായിരുന്നു? ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇന്ന് 2 ദോശ കഴിച്ചു എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, അതിനെ പോസിറ്റീവായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആ കരിഞ്ഞ ദോശയുടെ ഇമേജ് എങ്കിലും നിങ്ങളിൽ വരില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരാതിരുന്നാൽ അതുണ്ടാക്കിയേക്കാവുന്ന അസ്വസ്ഥതകളിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു. ശരിക്കും എൻ്റെ റിയാലിറ്റിയിലേക്ക് പോയാലും ഇല്ലെങ്കിലും അത് ഉണ്ടാക്കിയേക്കാവുന്ന അസ്വസ്ഥതകളിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് മാറി നിൽക്കാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അഫർമേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും കൃത്യമായിട്ടും പോസിറ്റീവായിരിക്കണം, പോസിറ്റീവ് മാത്രമായിരിക്കണം. ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് സെന്റൻസും ഉണ്ടാകരുത്. പലരും പറയാറുണ്ട്, എൻ്റെ കടം മാറണം, എൻ്റെ രോഗം മാറണം, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥത മാറണം, ഇങ്ങനെ. അപ്പൊ ഇവിടെ നോക്ക്, കടം, രോഗം, അസ്വസ്ഥതകൾ. ഇത് സോറി, ക്ലാരിറ്റി കുറവുണ്ടോ? ഓക്കെ, കടം എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? ഒന്ന് കമന്റ് ചെയ്യൂ. എൻ്റെ ഓഡിയോ ശരിയാണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ കടം, രോഗം, അസ്വസ്ഥത, ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള സെന്റൻസുകളാണ്. ചിലര് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സുകളെ കുറിച്ച് ചോദിക്കാൻ അന്വേഷിക്കാൻ വിളിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചില ആകുലതകളെ കുറിച്ച് സംസാരിക്കാൻ വിളിക്കുമ്പോൾ തന്നെ പറയും, സാറേ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും സാറേ, ഇങ്ങനെ പറയാം, ഒന്നും കിട്ടിയില്ലെങ്കിലും സാറേ, ഒരുപാട് പൈസ ഒന്നും വേണ്ട, ഈ കടമൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പൊ വാസ്തവത്തിൽ അവർ ഓൾറെഡി പറയുന്നുണ്ട്, ഒന്നും കിട്ടേണ്ടതില്ല, വേറെ ഒന്നും വേണ്ട, കടം മാറി കിട്ടിയാൽ മതി. ഏതാ ആവർത്തിക്കപ്പെടുന്നത്? സ്വാഭാവികമായിട്ട് അതായിരിക്കും ആവർത്തിക്കപ്പെടുന്നത്. പിന്നെ ഇതിൽ വേറെ രസം കൂടിയുണ്ട്, വേറെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതി കൂടിയുണ്ട്. കടം മാറണമെങ്കിൽ എന്ത് വേണം? ഒന്ന് പറയാമോ? മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, ഒന്ന് പറയാമോ? കടം വേണം. കടം വേണം. വെരി ഗുഡ്. കടം മാറണമെങ്കിൽ കടമാണ് വേണ്ടത്, അല്ലേ? അതിന് പണം കിട്ടിയിട്ട് കാര്യമില്ല, വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. കടം മാറണമെങ്കിൽ കടം വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കടം മാറുമായിരിക്കും, പക്ഷെ അപ്പോഴേക്കും അപ്പുറത്ത് പുതിയത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദ സെയിം ടൈം പോസിറ്റീവായിട്ട് ചിന്തിക്കും. നിങ്ങൾക്ക് വാസ്തവത്തിൽ എന്താണ് വേണ്ടത്? പണം വേണം, അല്ലെ? സമ്പത്ത് വേണം, അല്ലെ? ആരോഗ്യം വേണം, അല്ലെ? നല്ല കുടുംബ ബന്ധങ്ങൾ വേണം, ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഡയറക്റ്റ് അത് ആഗ്രഹിക്കൂ. അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥനകള്, എല്ലാ പ്രാർത്ഥനകളും അഫർമേഷൻസ് ആണ്, വളരെ ശക്തമായിട്ടുള്ള അഫർമേഷൻസ് ആണ്. ഒരു ദേവാലയത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഗ്രഹത്തിന്റെ മുന്നിൽ പോയിട്ട് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ശാന്തമാക്കിയിട്ട് ഏറ്റവും വിശ്വാസപൂർവ്വം കൊടുക്കുന്ന അഫർമേഷൻസ് ആണ് പ്രാർത്ഥന. അത് ഒരു കാരണവശാലും അവിടെ നെഗറ്റീവ് കൊണ്ടുവരരുത്, നെഗറ്റീവ് ഒരു സെന്റൻസ് കൊണ്ടുവരരുത്. രോഗം മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, ആരോഗ്യം വരാനാണ് പ്രാർത്ഥിക്കേണ്ടത്. കുഞ്ഞുങ്ങളുടെ വികൃതി മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, കുഞ്ഞുങ്ങളുടെ സ്വഭാവം നല്ലതാവാൻ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ ഭർത്താവിന്റെ കള്ളുകൂടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ സഹോദരിമാരെ എനിക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടെ പോയി നിന്ന് ഇതേ വാക്ക് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്താ സംഭവിക്കുക? ഇദ്ദേഹം 2 കൂടുതൽ അടിച്ചില്ലെങ്കിലേ ആശങ്കപ്പെടേണ്ടതുള്ളൂ. അതേസമയം നോക്ക്, ഭർത്താവിന്റെ സ്വഭാവം നല്ലതാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അവിടെ തീർച്ചയായിട്ടും അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോ പറഞ്ഞു വന്നത്, അഫർമേഷൻസിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും നിർബന്ധമായിട്ടും പോസിറ്റീവായിരിക്കണം, പോസിറ്റീവ് മാത്രമായിരിക്കണം. ഒരു കാരണവശാലും
നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കുകളും ഒന്നിൻ്റെയും പേരിൽ അവിടെ വരാൻ പാടില്ല. പോസിറ്റീവ് മാത്രമായിരിക്കണം. ഇനി 2, സ്ട്രോങ് ആയിരിക്കണം. പരമാവധി സ്ട്രോങ് ആയിട്ട് വേണം നമ്മൾ അഫർമേഷൻസ് തയ്യാറാക്കാൻ. അതായത് നേരത്തെ ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞു. എൻ്റെ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് പറയാം ദ സെയിം ടൈം ഒന്നുകൂടി ചേർക്കാം അതിനെ സ്ട്രോങ് ആക്കാൻ. എൻ്റെ ആരോഗ്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ആരോഗ്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പുറത്ത് പറയാം എൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരൊറ്റ വാക്ക് കൂടി ആഡ് ചെയ്താൽ മതി. എൻ്റെ സമ്പത്ത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരൊറ്റ വാക്ക് കൂടി ആഡ് ചെയ്തിട്ട്, ഉചിതമായിട്ടുള്ള ഒരൊറ്റ വാക്ക് കൂടി ആഡ് ചെയ്തിട്ട് നമുക്കതിനെ സ്ട്രോങ് ആക്കാം. ബന്ധങ്ങൾ വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു തുടങ്ങിയ വിധത്തിൽ അത് ആവർത്തിക്കാം. അപ്പൊ അഫർമേഷൻസ് 1 പോസിറ്റീവ് ആയിരിക്കണം, 2 സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ ദോശയുടെ ഉദാഹരണം പറഞ്ഞില്ലേ, അതിനെ ഒന്ന് മാറ്റിയാൽ, ഞാൻ ആദ്യത്തെ കരിഞ്ഞ ദോശ മാറ്റിയിട്ട് ഞാൻ പറയുകയാണ്, പോസിറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ്, ഞാൻ ഇന്ന് 2 ദോശ കഴിച്ചു, പോസിറ്റീവായി. ഇപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരുപാടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല, എങ്കിലും ഓക്കെ 2 ദോശ കഴിച്ചു, ഗുഡ് തോന്നിയിട്ടുണ്ടാകും. ദ സെയിം ടൈം ഞാൻ അതിനെ സ്ട്രോങ് ആക്കി പറയാണ്. ഞാനിവിടെ പറയാണ്, ഞാൻ ഇന്ന് നല്ല ടേസ്റ്റുള്ള 2 ദോശ കഴിച്ചു. ഇപ്പോഴോ കുറച്ചുകൂടി ഒരു വ്യത്യാസം വന്നു അല്ലെ? അപ്പോൾ അഫർമേഷൻസ് 1 പോസിറ്റീവ് ആയിരിക്കണം, 2 സ്ട്രോങ് ആയിരിക്കണം. പിന്നെയോ മൂന്നാമത് ഇനിയുമുണ്ട്. അഫർമേഷൻസിന് ഇമോഷൻ വേണം. നമ്മൾ ബോധപൂർവം അഫർമേഷൻ കൊടുക്കുമ്പോൾ, അതല്ലാതെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതൊരു മന്ത്രജപം പോലെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ബോധപൂർവം അഫർമേഷൻ കൊടുക്കുമ്പോൾ, ബോധപൂർവം അഫർമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷന്റെ അവസാനങ്ങളിൽ നമുക്ക് അഫർമേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ രാവിലെ ഉണർന്നിട്ട് ആ സമയത്ത് കുറച്ച് സമയം നമുക്ക് അഫർമേഷൻ കൊടുക്കാം. രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് അഫർമേഷൻ കൊടുക്കാം. അപ്പോഴൊക്കെ അഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഇമോഷൻ വേണം, വൈകാരികമായിട്ടുള്ള ഒരു ഭാവം കൂടി നമ്മൾ അവിടെ കൊണ്ടുവരണം. സിംപിളി നേരത്തെ പറഞ്ഞ അതേ കാര്യത്തിന്, ദോശയുടെ അതേ കാര്യം ഒന്ന് വൈകാരികമായിട്ട് ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ ഇന്ന് രാവിലെ നല്ല ടേസ്റ്റുള്ള 2 ദോശ കഴിച്ചു. ഇപ്പൊ വാസ്തവത്തിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഒന്ന് പറയാമോ? മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, ഒന്ന് പറയാമോ ആരെങ്കിലും ഒക്കെ? ഞാൻ ഇന്ന് രാവിലെ നല്ല ടേസ്റ്റുള്ള 2 ദോശ കഴിച്ചു. എന്താ തോന്നിയത്? നല്ല ടേസ്റ്റ് തോന്നി. നാവിൽ വെള്ളം വന്നിട്ടുണ്ടാകും ഇല്ലേ? നാവിൽ വെള്ളം വന്നിട്ടുണ്ടാവും. നാവിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം എന്താ സംഭവിച്ചത്. അത് നിങ്ങളുടെ കോൺഷ്യസിൽ നിന്ന്, ബോധതലത്തിൽ നിന്ന് ഉപബോധതലത്തിലേക്ക് പോയി. ആ ഉപബോധതലം നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു, അതാത് ഗ്രന്ഥികളിൽ അവൻ വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളുടെ നാവില് ഉമിനീരുണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും അത് നിങ്ങളിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ശാരീരികമായിട്ടുള്ള ഒരു വ്യത്യാസം, ഭൗതികമായിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന് അടുത്ത തലത്തിലേക്ക് പോയിട്ടുണ്ട്. ഇതാണ് ഇമോഷൻ കൂടി കൊണ്ടുവന്നാലുള്ള കാര്യം. ഇനി സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇമോഷൻ എങ്ങനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ, അതിന്റെ എൻഡ് റിസൾട്ട് നമുക്ക് വന്നാൽ, നിങ്ങൾ കുറേയധികം പണം ആഗ്രഹിക്കുകയാണ്, ആ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ആ സംതൃപ്തി ഇപ്പൊ നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ഭാവങ്ങളിൽ അതുകൂടി കൊണ്ടുവരണം. നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടാൽ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിന് കൊണ്ടുവരണം. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ദൃഢത കൈവന്നാൽ, നല്ല ആരോഗ്യകരമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടല്ലോ, സ്നേഹം വർദ്ധിച്ചാലുള്ള ഒരു സുഖവും സമാധാനവും ഒക്കെ ഉണ്ടല്ലോ, അത് വാക്കുകളിലും നമ്മുടെ ആ ഫീലാണ്, നമ്മുടെ ആ ഫീലിൽ കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് പരമാവധി ഫീലോട് കൂടിയിട്ട്, പരമാവധി ഇമോഷൻസ് ആഡ് ചെയ്തുകൊണ്ട് അഫർമേഷൻ കൊടുക്കാൻ സാധിച്ചാൽ റിസൾട്ട് എത്രയോ മടങ്ങ് വർദ്ധിക്കും. ഇനി മറ്റൊന്ന്, തുടക്കത്തിൽ പറഞ്ഞതുപോലെ അഫർമേഷൻസ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. എത്രമാത്രം പ്രാവശ്യം ആവർത്തിക്കാൻ പറ്റുമോ അത്രമാത്രം പ്രാവശ്യം അഫർമേഷൻസ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അത് വെറുതെ നമ്മൾ, പ്രത്യേകിച്ച് വലിയ റിസ്ക് ഒന്നുമില്ലാത്ത ജോലികൾ ചെയ്യുന്നതിനിടയിൽ, യാത്ര ചെയ്യുന്നതിനിടയിൽ, ഡ്രൈവ് ചെയ്യുന്നതിനിടയിലല്ല, ഡ്രൈവിങ്ങിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. ബസ്സിലോ കാറിലോ ഒക്കെ യാത്ര ചെയ്യുന്നതിനിടയിൽ അഫർമേഷൻസ് ഉപയോഗിക്കാം. കുളിക്കുന്നതിനിടയിൽ അഫർമേഷൻസ് ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താം.
വസ്ത്രങ്ങൾ വാഷ് ചെയ്യുന്നതിനിടയിൽ അഫർമേഷൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് എപ്പോഴെല്ലാം പറ്റുമോ അപ്പോഴെല്ലാം ഈ അഫർമേഷൻസ് മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇനി അഫർമേഷൻസിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ ഉണർന്നിട്ട് ഉള്ള കുറച്ച് സമയം. ആ സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കും. മഴ പെയ്ത് തോർന്ന ഒരു പാടം പോലെ അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആ സമയത്ത് അഫർമേഷൻ വളരെ ഭംഗിയായിട്ട് കാര്യക്ഷമമായിട്ട് തന്നെ കൊടുക്കാം. ഇത്തിരി സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. 1. 2, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ മനസ്സിന്റെ ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ആ സമയത്ത് അഫർമേഷൻ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താം. ഇനി അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് അഫർമേഷൻ വളരെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്താം. ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപ് അഫർമേഷൻസ് വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ സമയങ്ങളിലെല്ലാം നമുക്ക് കോമൺ ആയിട്ടുള്ള അഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇനി അതുപോലെ തന്നെ അഫർമേഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ രാത്രി നമ്മളുടെ ഉറക്കത്തിന്റെ ഇടയിലുള്ള ചില ചെറിയ ബ്രേക്കുകൾ ഉണ്ടല്ലോ. ഒന്ന് ഉറങ്ങിയിട്ട് ഒന്ന് കണ്ണ് തുറന്നു പോകുന്ന, അല്ലെങ്കിൽ ഒന്ന് വാഷ്റൂമിൽ പോകാനൊക്കെ പോയിട്ട് വന്നിരിക്കുന്ന ഒരു ചെറിയ സമയം ഉണ്ടല്ലോ, ആ സമയത്തും അഫർമേഷൻസ് ഉപയോഗപ്പെടുത്താം. അതൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സമയമാണ്. കാരണം ആ സമയത്ത് നമ്മുടെ ബോധമനസ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്രതിരോധങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഉപബോധ മനസ്സായിരിക്കും ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്നത്. ഈ ഉപബോധ മനസ്സുകൾ അതിന്റെ സവിശേഷതകളൊക്കെ മറ്റൊരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിലൂടെ, പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് അഫർമേഷൻ കൊടുക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ എപ്പോഴെങ്കിലും നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ മനസ്സിലേക്ക് വന്ന് നിറയുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ അഫർമേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ബോധപൂർവം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അഫർമേഷൻസ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഈ പ്രതികൂലമായിട്ടുള്ള ചിന്തകൾ നമ്മൾ അറിയാതെ തന്നെ അവിടുന്ന് മാറിപ്പോകും. നേരത്തെ ചുവന്ന റോസാപ്പൂവിന്റെ കാര്യം പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ നമ്മുടെ അഫർമേഷന് ആനുപാതികമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളിലേക്ക് എത്തപ്പെടും. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം അഫർമേഷൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി അഫർമേഷന്റെ മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ അഫർമേഷൻസ് കഴിയുന്നിടത്തോളം പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിലായിരിക്കണം പറയേണ്ടത്. അഫർമേഷൻസ് കഴിയുന്നിടത്തോളം പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിൽ. അതിന് ഒരു കാരണമുണ്ട്. നോക്കൂ, ചിലയിടങ്ങളിൽ പറഞ്ഞു കേൾക്കാറുണ്ട് അഫർമേഷൻസ് നമുക്ക് കിട്ടിയതായിട്ട് പാസ്റ്റ് ടെൻസിൽ പറയണമെന്ന്. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചു ഏതായിരിക്കും കൂടുതൽ നല്ലത്. ഒന്നിന്റെയും ശരി തെറ്റുകളല്ല ഞാൻ പറയുന്നത്, ഏറ്റവും ബെറ്റർ ഏതായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എടുത്തോ. കയ്യിൽ ഒരു 10 പൈസ ഇല്ലാത്ത ഒരാള്, കയ്യിൽ ഒരു പൈസയും ഇല്ലാത്ത ഒരാള് ഒരു അഫർമേഷൻ പറയാണ്, ഞാൻ കോടീശ്വരനായിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ സ്ഥാനത്ത് നിങ്ങളൊന്ന് സങ്കല്പിച്ചോ, ഞാൻ കോടീശ്വരനായിരിക്കുന്നു എന്ന് കയ്യിൽ ഒരു പൈസയും ഇല്ലാത്ത ഒരാൾ പറയുന്നു എന്നിരിക്കട്ടെ, ഒരു അഫർമേഷൻ കൊടുക്കുന്നു എന്നിരിക്കട്ടെ. നിങ്ങളുടെ ബോധമനസ്സ് അതിനെ റെസിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ? ബോധമനസ്സ് അതിനെ അംഗീകരിക്കുമോ? എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ കോടീശ്വരനായിരിക്കുന്നത് എന്ന് അവൻ അവിടെ ചോദിക്കുമോ ഇല്ലയോ? ഒന്ന് പറഞ്ഞോളൂ. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. എന്താ ചോദിക്കില്ലേ? തീർച്ചയായിട്ടും ചോദിക്കും. അതായത് നിങ്ങളുടെ സ്വന്തം മനസ്സ് തന്നെ നിങ്ങളെ ചോദ്യം ചെയ്തു തുടങ്ങി. നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളെ ചോദ്യം ചെയ്തു. അവിടെ തന്നെ അത് പ്രതിരോധം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അവൻ കടത്തിവിടില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു പൈസയും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ മനസ്സിൽ ഒരു അഫർമേഷൻ കൊടുക്കുകയാണ്, ഞാൻ കോടീശ്വരനായിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സമ്പന്നനായിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെ ഉണ്ടാകും? റെസിസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇല്ല, ഒരു പ്രോസസിങ്ങിലാണ്. സാഹചര്യം അനുകൂലമാണെങ്കിൽ ചോദ്യം ചെയ്യൂല. യെസ്. അല്ലെങ്കിലോ? അനുകൂലമാണെങ്കിൽ എന്ന് പറഞ്ഞ് മനസ്സിലായില്ല. പ്രസന്റിൽ അവൻ കടക്കാരനാണ്. പ്രസന്റിൽ കടക്കാരനായിക്കോട്ടെ, പക്ഷെ നമ്മൾ പ്രസന്റ് അല്ല പറയുന്നത്, പ്രസന്റും ഫ്യൂച്ചറും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലേ?
ഞാൻ സമ്പന്നനായിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ കോടീശ്വരനായിക്കൊണ്ടേയിരിക്കുന്നു. ഏത് അസുഖം ബാധിച്ച് ICUവിൽ കിടക്കുന്നവനും പറയാം എൻ്റെ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ പറഞ്ഞാൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് ഓക്സിജൻ മാസ്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കോൺഷ്യസ് അത് എടുക്കുമോ ഇല്ലയോ? വിട്ടുകളയും. അതേസമയം അവിടുന്ന് അവന് പറയാൻ പറ്റും, എന്താ, എൻ്റെ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ ആരോഗ്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ ആരോഗ്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു പറയാം. റെസിസ്റ്റ് ചെയ്യില്ല, ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം സാധാരണഗതിയിലില്ല. ദ സെയിം ടൈം പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ പലതും അവനവന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നെ മറ്റൊന്ന്, സീക്രട്ട് അടക്കമുള്ള പുസ്തകങ്ങളിൽ പലയിടത്തും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സംഭവിച്ചു കഴിഞ്ഞതായിട്ട് കൊടുക്കാം എന്നുള്ളത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യമുള്ളത്. ആ പുസ്തകം എഴുതിയ കാലഘട്ടം, എഴുതിയ സാഹചര്യം, എഴുതിയ ദേശം, കാലം, ഇതിന്റെ പ്രസക്തി. ഒരു പക്ഷേ ചില പ്രദേശങ്ങളിലുള്ളവർക്ക് ചോദ്യം ചെയ്യാതെ, അല്ലെങ്കിൽ ചില പ്രത്യേക വിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ സാധിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതല്ല എങ്കിൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതല്ല എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റി എടുക്കേണ്ടതുണ്ട്. ഞാനൊരു ശരാശരി മലയാളിയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. സോ അഫർമേഷൻസ് നിർബന്ധമായിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും കൂടുതൽ ഫലപ്രദമെന്ന് തോന്നുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം, പാസ്റ്റ് ടെൻസിൽ കൊടുക്കുന്നതാണെങ്കിൽ പോലും സംഭവിക്കുന്നുണ്ടല്ലോ എന്ന്. സംഭവിച്ചേക്കാം. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം മറ്റൊരു സെന്റൻസിലേക്ക് വന്നു, ആവർത്തിച്ച് കടന്നു പോവുക, ആവർത്തിക്കുക. ആവർത്തിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും, ഹിപ്നോസിസ് ക്ലാസ്സിലും ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം, ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസിലേക്ക് നമ്മൾ അറിയാതെ തന്നെ പോകും. ശരിയാണ്. പക്ഷേ ഇവിടെ ആലോചിച്ച് നോക്ക്, നല്ല വിശാലമായിട്ട് ഗേറ്റ് തുറന്ന് മലർന്ന് കിടക്കുമ്പോ എന്തിനാണ് മതിൽ ചാടി പോവാൻ നിൽക്കുന്നത്? എന്റെ പോയിന്റ് മനസ്സിലായോ? നമുക്ക് സാധ്യതയുണ്ട്, കോൺഷ്യസ് റിജക്റ്റ് ചെയ്യാതെ, റെസിസ്റ്റ് ചെയ്യാതെ തന്നെ അങ്ങോട്ട് കടന്നു പോകാൻ മാർഗമുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ അതിനെ കഷ്ടപ്പെടുത്തി പിടിച്ചുന്തി തള്ളി മാറ്റി നിർത്തി ബലപ്രയോഗം നടത്തിയിട്ട് നമ്മൾ കടത്തിവിടുന്നത്? അവന് കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ കൊടുത്താൽ പോരെ? അത്രേ ഉള്ളൂ. അപ്പോ കഴിയുന്നിടത്തോളം എനിക്ക് തോന്നുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ അഫർമേഷൻസ് കൊടുക്കുന്നത് കൂടുതൽ ഇഫക്റ്റീവ് ആകും എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, അഫർമേഷൻസിന്റെ കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആരോ ഒന്ന് സൂചിപ്പിച്ചു വന്നു. എല്ലാത്തിനുമുപരി അവനവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവനവൻ അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ അഫർമേഷനായിട്ട് കൊടുക്കാവൂ. അവനവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവനവൻ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അഫർമേഷനായിട്ട് കൊടുക്കാവൂ. അതല്ലെങ്കിൽ എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം, ഇപ്പൊ നേരത്തെ ആരോ ചോദിച്ചില്ലേ, വളരെ വലിയ കടത്തിൽ നിൽക്കുന്ന ആള് ഞാൻ കോടീശ്വരനായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് അഫർമേഷൻ കൊടുത്താൽ അത് ഫലപ്രദമാകുമോ എന്ന് ചോദിച്ചില്ല. അതിന്റെ ഉത്തരമാണ്. അവൻ ആ സമയത്ത് അത് കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലെങ്കിൽ, അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ഉള്ള ഒരു സാഹചര്യത്തിലൂടെ അല്ല മനസ്സ് കടന്നു പോകുന്നതെങ്കിൽ, ആ സമയത്ത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റുന്ന വിധത്തിൽ അഫർമേഷൻസിൽ ഒരു മാറ്റം വരുത്തേണ്ടത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ മറ്റേ ആളൊരു അഫർമേഷൻ കൊടുക്കുന്നു, അയാൾക്ക് നല്ല മാറ്റമുണ്ട്, അതുകൊണ്ട് അതേ അഫർമേഷനാണ് ഞാനും കൊടുക്കേണ്ടത്. നോ, അല്ല. എനിക്ക് വേണ്ട അഫർമേഷൻസ്, എൻ്റെ ആവശ്യം, എൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് ഞാനാണ് തയ്യാറാക്കേണ്ടത്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അഫർമേഷൻസിനെ കുറിച്ചും അതിന്റെ സവിശേഷതകളെ കുറിച്ചും ഇത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു 10 അഫർമേഷൻ എനിക്ക് റെഡിമെയ്ഡ് അങ്ങോട്ട് തന്നിട്ട് ഇതാണ് അഫർമേഷൻസ്, ഏറ്റവും ബെസ്റ്റ് ആദ്യത്തെ 2 ബാക്കി 3 ഉപയോഗിക്കാം കേട്ടോ, ഇങ്ങനെ തന്നാൽ മതി. അതല്ല, അതിന്റെ സവിശേഷതകൾ അറിയണം. അതിന്റെ സവിശേഷതകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് അനുകൂലമായിട്ടുള്ള, നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കണം. കുറെ മുന്നേ ഇതുപോലെ അഫർമേഷന്റെ ഒരു ക്ലാസ്സിൽ
ആരോ ഒരു സംശയം ചോദിച്ചു, ഒരു തമാശയും ഒരു കുസൃതിയൊക്കെ ചേർത്ത് ചോദിച്ചതാണ്. ഒരു മത്സ്യം നിരന്തരം അഫർമേഷൻ കൊടുക്കുകയാണ്, എനിക്ക് പറക്കാൻ സാധിക്കും എന്ന അഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മത്സ്യത്തിന് പറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നോക്ക്, ആ മത്സ്യം ഈ അഫർമേഷൻ കൊടുക്കുന്ന സമയത്തും അതിന്റെ ചിന്തകൾ തന്നെ അതിനെ പ്രതിരോധിക്കില്ലേ? എനിക്ക് ചിറകില്ല, ഞാനൊരു ജലജീവിയാണ്, പിന്നെ എനിക്ക് എങ്ങനെ പറക്കാൻ പറ്റും? ഇതൊരു ഭാഗത്ത് അതിനെ പ്രതിരോധിക്കും. അതായത് ഈ കൊടുക്കുന്ന അഫർമേഷൻ അതിന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന്റെ മനസ്സിൽ തന്നെ ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാകും. പിന്നെ ഒരു പക്ഷെ അത് നിരന്തരം കൊടുത്തോണ്ടേയിരുന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു കൊറ്റിയുടെ ചുണ്ടിൽ കയറിയാണെങ്കിലും അത് പറഞ്ഞേക്കാം, അത് വേറെ കാര്യം. പക്ഷെ അതല്ലല്ലോ വേണ്ടത്, അതല്ലല്ലോ യഥാർത്ഥത്തിൽ അത് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അഫർമേഷൻസ് അവനവൻ ഉൾക്കൊള്ളാൻ പറ്റണം. അതുപോലെ തന്നെ അതിന് കൃത്യത വേണം, വ്യക്തത വേണം. അല്ലെങ്കിൽ ഈ മീനിന്റെ കാര്യം പറഞ്ഞതുപോലെ ആയിപ്പോവും. അത് എനിക്ക് പറക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരുപക്ഷെ കൊറ്റിയുടെ ചുണ്ടിൽ ഇരുന്നായിരിക്കും പറക്കുന്നത്. അങ്ങനെയല്ല, എനിക്ക് സ്വയം പറക്കാൻ പറ്റണം, എൻ്റെ ചിറകുകൾ വീശി എനിക്ക് പറക്കാൻ സാധിക്കണം, എനിക്ക് സ്വതന്ത്രമായിട്ട് പറക്കാൻ സാധിക്കണം. ഇതിൽ ഏതാണോ അതിനെ ഏറ്റവും നന്നായിട്ട് ഉൾക്കൊള്ളാനും ഏറ്റവും നന്നായിട്ട് അംഗീകരിക്കാനും സാധിക്കുന്നത്, ആ വിധത്തിലായിരിക്കണം അത് അഫർമേഷൻ തയ്യാറാക്കി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അഫർമേഷൻസ് തീർച്ചയായിട്ടും സ്വയം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കുന്ന വിധത്തിലായിരിക്കണം. അതിന്റെ മറ്റൊരു കാരണം പറഞ്ഞുതരാം, മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ പഠനത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു കുട്ടി, അവന് സ്കൂൾ ഫസ്റ്റ് കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുന്നതായിട്ടോ ഒക്കെയുള്ള അഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവന്റെ കോൺഷ്യസിനെ അതിനെ റിജക്ട് ചെയ്യും. അതെങ്ങനെയാ സംഭവിക്കുന്നത് എന്നുള്ള വിധത്തിൽ അവന്റെ കോൺഷ്യസിനെ റിജക്ട് ചെയ്യും. ദ സെയിം ടൈം അഫർമേഷൻ അവനൊന്ന് മാറ്റി പിടിക്കുകയാണ്, എൻ്റെ പഠന നിലവാരം അനുദിനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു, എൻ്റെ പഠന നിലവാരം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, എനിക്ക് കൂടുതൽ നന്നായി പഠിക്കുവാൻ സാധിക്കുന്നു. നോക്ക്, ഇവിടെ ഒരു ആന്തരിക സംഘർഷത്തിന്റെ ആവശ്യമില്ല. അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കും, അംഗീകരിക്കാൻ സാധിക്കും, കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെയാണ് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പ്ലസ് അവന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ, അവന് അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി മറ്റൊന്ന്, അഫർമേഷൻസിന് കുറച്ചുകൂടി ക്വിക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുകയാണ്, ഒരു ഇന്റർവ്യൂവിന് ചെല്ലുകയാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കോൺഫിഡൻസ് കുറച്ച് നന്നായിട്ട് കൂടണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. സിംപിളി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇതേ രീതിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കും, വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം, അല്ല കുറച്ച് ആവർത്തിച്ച് പറഞ്ഞു നോക്കാം. എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു 5 പ്രാവശ്യം ഒന്ന് വെറുതെ പറഞ്ഞു നോക്കൂ, മനസ്സിൽ പറഞ്ഞാൽ മതി. എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഗുഡ്. ഇപ്പോ ഏകദേശം എത്ര % വർദ്ധിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഒന്ന് ചാറ്റിലിടും. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പുകൾ വരാനുണ്ട്. എത്ര % വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് ചാറ്റിലിട്ടു നോക്കട്ടെ. %, 25% പോരട്ടെ. യെസ്, ഉള്ളത് മതി കേട്ടോ, ഉള്ളത് മാത്രം മതി. എക്സ്പെരിമെന്റ് ആണ്, സോ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ടാണ് വേണ്ടത്. വരട്ടെ, കുറച്ച് റിസൾട്ട് കൂടി വരട്ടെ. 56%. ഓക്കെ, ഗുഡ്. വരട്ടെ. ശരി, ഗുഡ്. ശരി, ഓക്കെ. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഒന്നുകൂടി ഇമോഷൻ കൊടുത്തിട്ട് വൈകാരികമായിട്ട് ഒന്ന് പറഞ്ഞു നോക്ക്. എൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ല ഇമോഷൻ കൊടുത്തിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. വീഡിയോയിൽ എല്ലാവരും വരും. കുറച്ചുകൂടി ഇമോഷൻ കൊടുത്തിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. ഒരു പ്രാവശ്യം, ഒരു 5 പ്രാവശ്യം പറഞ്ഞു നോക്കൂ. എൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു 5 പ്രാവശ്യം പറയൂ. എൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഗുഡ്. ഇപ്പൊ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. നേരത്തേനേക്കാൾ എത്രമാത്രം വ്യത്യാസമുണ്ട്? പുതുതായിട്ടുള്ളവർക്കും ടൈപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ആദ്യം ടൈപ്പ് ചെയ്തില്ല, അതുകൊണ്ട് ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നില്ല എന്ന് കരുതി മാറി നിൽക്കണ്ട, ടൈപ്പ് ചെയ്തോ, ഒരു കമന്റ് ഇട്ടോ.
ഗുഡ്, വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരും ചെയ്ത് നോക്കട്ടെ. ഒരു കൂൾ ഫീൽ വന്നു, ഫുൾ ബോഡി. വെരി ഗുഡ്, ഗുഡ്. വരട്ടെ. ഗുഡ്. അപ്പൊ എന്തായാലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇനി ഒന്ന് പറഞ്ഞു നോക്ക്, എന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു നോക്ക്. വെറുതെ ഇങ്ങനെ വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ട് വേണം. നിങ്ങൾക്ക് അത് അവിടെ ഫീല് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു നോക്ക്, എന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉറപ്പായിട്ടും ഗംഭീരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. എന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ നോക്ക്, ഇപ്പൊ എത്രമാത്രം വ്യത്യാസമുണ്ട്? ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യ്. വെരി ഗുഡ്, ഗുഡ്. വരട്ടെ. നേരത്തെ 10%, 20% ഒക്കെ ഇട്ട് വരുന്നത് 50%, 75% ഒക്കെ ഇടുന്നുണ്ട്. റൈറ്റ്. അപ്പോ പെട്ടെന്ന് റിസൾട്ട് കിട്ടേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാം. നെഞ്ചത്ത് സ്ട്രോങ് ആയിട്ട് കൈവച്ചിട്ട്, എല്ലാത്തിനും അല്ല കേട്ടോ, നെഞ്ചത്ത് സ്ട്രോങ് ആയിട്ട് കൈവച്ചിട്ട് പറഞ്ഞാൽ കൂടുതൽ അഫർമേഷൻ വൈകാരികമായിട്ട് ശക്തമായിട്ട് ആ ഫീലോട് കൂടി കൊടുക്കുകയാണെങ്കിൽ നേരത്തെക്കാൾ കുറേ അധികം മടങ്ങ് വർധനവില് നമുക്ക് വളരെ പെട്ടെന്ന് ക്വിക്ക് റിസൾട്ട് കിട്ടും. നോക്ക്, നേരത്തെ പലരും 10%, 20% അതൊക്കെ ആയിട്ട് കാണുന്നത്. ഇപ്പൊ ഇവിടെ നോക്ക്, 50-ൽ താഴ്ന്നിട്ടില്ല. കണ്ടോ? റിസൾട്ട്സിലേക്ക് ഒന്ന് പോയി നോക്ക്, എന്താ സംഭവിച്ചിരിക്കുന്നത്. അത്രമാത്രം ഫീലോട് കൂട്ടിയിട്ട് വൈകാരിക ഭാവത്തോട് കൂടിയിട്ട് നെഞ്ചത്തൊന്ന് കൈയമർത്തിയിട്ട് കൊടുത്തപ്പോ അഫർമേഷൻ അത്രമാത്രം പവർഫുള്ളായി. ഇനി ഇതെല്ലാമാണ് സാധാരണഗതിയിൽ അഫർമേഷൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന് പോസിറ്റീവ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, പിന്നെ ഇമോഷൻ വേണം, ആവർത്തിച്ചു കൊടുക്കണം, പിന്നെയോ പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിൽ കൊടുക്കണം, അവനവനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ കൊടുക്കണം, ആവശ്യമെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഫർമേഷന്റെ കാര്യത്തിൽ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഗംഭീരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ പറഞ്ഞുതരാം. അതിന് മുൻപ് മറ്റൊരു കാര്യം പറയാം. ഈ ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടൂളാണ് ഹിപ്നോസിസ്. ഹിപ്നോസിസിനെ കുറിച്ച് ഒത്തിരി വീഡിയോകൾ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ പിന്നാലെ കാണാം. യൂട്യൂബിൽ പോയിട്ട് അശോക് നാരായൺ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ കിട്ടും. നിങ്ങൾക്കതിൽ വീഡിയോസ് കാണാൻ പറ്റും. ഹിപ്നോസിസ് 2 വിധത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ഒന്ന് ഡയറക്റ്റ് സെഷനിൽ നേരിട്ട് വന്നിട്ട് പഠിക്കാം. അതൊരു 1 ഡേ സെഷനിലൂടെയാണ് ആ ക്ലാസ്സുകൾ ചെയ്യുന്നത്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് അതിൻ്റെ സമയം. അതിൽ പങ്കെടുക്കുന്നതിലൂടെ വളരെ കൃത്യമായിട്ട് തന്നെ ഹിപ്നോസിസിന്റെ വിവിധ വശങ്ങൾ പഠിക്കാനും അതുപോലെ മറ്റ് വ്യക്തികളെ ഹിപ്നോസിസിന് വിധേയമാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ആ വിധത്തിലുള്ള ഒരു പക്ക പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഒരു 1 ഡേ സെഷൻ. ഇനി അതുപോലെ തന്നെ നേരിട്ട് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ സെഷൻസ് ഉണ്ട്, വെബിനാറുകളിലൂടെയാണ്. അത് 1.5 മണിക്കൂറുള്ള 8 സെഷൻസ് ആണ്. ആഴ്ചയിൽ 2 സെഷൻ വീതം, ടോട്ടൽ 8 സെഷനുകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹിപ്നോസിസിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗുണഗണങ്ങൾ യൂട്യൂബ് വീഡിയോസിലും FB പോസ്റ്റുകളിലും ഒക്കെ ആയിട്ട് ധാരാളം വിവരിച്ചിട്ടുണ്ട്. എൻ്റെ ഹിപ്നോസിസ് ക്ലാസ്സുകളിൽ പങ്കെടുത്തിരിക്കുന്നവരുണ്ടാവുമല്ലോ ഇതിൻ്റെ ഉള്ളിൽ, കുറേ പേര് ഞാൻ കാണുന്നുണ്ട്. ആരെങ്കിലും 1-2 പേര് ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? കാരണം പലർക്കും സംശയമാണ്, ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഹിപ്നോസിസ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ. ആരെങ്കിലും 1-2 പേര് ഒരു ദിവസം തന്നെ ഒരുപാട് അറിവ് കിട്ടി. ശരി, പേരൊന്ന് പറയാമോ? ശ്രീകല. ശരി, ശ്രീകല പറയൂ. നമുക്കൊരു സംശയമാണ്, ഒരു ദിവസം കൊണ്ട് ഹിപ്നോസിസ് മനസ്സിലാക്കാൻ പറ്റുമോ? പക്ഷേ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഒരുപാട് അറിവ് കിട്ടി, നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡന്റ് ഉണ്ടായി. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇനി മറ്റാരെങ്കിലും? കോൺഫിഡൻസ് ഉണ്ടായി എന്ന് മാത്രമല്ല, നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇറങ്ങി പോരാൻ പറ്റും. വെരി ഗുഡ്, താങ്ക് യു. മറ്റാരെ പറഞ്ഞു തുടങ്ങി? ഞാൻ അനിൽകുമാർ പത്തനംതിട്ടയാണ്. പറയൂ. വീഡിയോ ഇല്ല. യാത്രയിലാണോ? വീഡിയോ ഓൺ ആകുന്നില്ല. ഓക്കെ, ശരി, പറയൂ. ഞാൻ സാറിന്റെ 2-3 ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു.
ശരി അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് ഇതിനകത്ത് വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട്, എന്റെ സുഹൃത്തുക്കൾ രണ്ടുപേരെ. ശരി അപ്പോ ഞാൻ കോട്ടയത്ത് ഫസ്റ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഒരാളെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ശരി ഇങ്ങോട്ട് ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് ആയി, വളരെയേറെ ചേഞ്ച് ആയിട്ടുണ്ട് ലൈഫ്. ശരി ശരി ബിസിനസ് നല്ല ഗ്രോത്ത് ഉണ്ടായി, റിജക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ആൾക്കാരെ കൃത്യമായിട്ട് കോൺഫിഡൻസ് ലെവൽ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്, വളരെ ആൾക്കാരെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ശരി ഗുഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചു. ഗുഡ് നമുക്കത് തന്നെ ഗ്രോത്ത്, ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടായിട്ട് ലൈഫിൽ തന്നെയല്ല, ലൈഫ് നമ്മുടെ മൈൻഡ് നല്ല ഫ്രീ ആയി. ശരി ഒത്തിരി ഗുഡ് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സമയക്കുറവ് കൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ശരി എന്തായാലും വളരെ ബെനിഫിറ്റ് ആണ്, സൂപ്പർ സന്തോഷം പ്രോഗ്രാമാണ്. താങ്ക് യു. സന്തോഷം 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 സാറിന്റെ താങ്ക് യു. ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്ക് ആ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ശരി കൂടുതൽ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ശരി സന്തോഷം. താങ്ക് യു താങ്ക് യു. സാറേ അപ്പോ ഞാൻ പറയൂ പറയൂ. ഞാൻ ഈ കഴിഞ്ഞ എറണാകുളത്ത് ക്ലാസ് പങ്കെടുത്തയാളാണ്. ശരി ശരി ക്ലാസ് കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ രണ്ടുപേരെ ചെയ്ത് നോക്കി, പ്രാക്ടീസ് ചെയ്ത് ശരി വളരെ എഫക്റ്റീവ് ആയിരുന്നു. ശരി സന്തോഷം സന്തോഷം. ശരി, അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് സാറേ ചെയ്യുക ഞാൻ പ്രോസസ്സിലും. ഷറഫുദ്ദീനാണ്. പറയൂ, എന്താണ്? ഞാൻ പറയൂ. ഷറഫാണ്, തൃശ്ശൂര്. പറയൂ ഷറഫ്. സാറിന്റെ സെക്കൻഡ് ഫോർത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. ശരി എനിക്ക് വളരെ പവർഫുൾ ആയിട്ടും വളരെ ആക്റ്റീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ശരി വളരെ സന്തോഷം. ഉപകാരപ്രദമായ ഒരു ക്ലാസ്. ശരി സന്തോഷം. എന്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ശരി ശരി, വെരി ഗുഡ് വെരി ഗുഡ്. ഹിപ്നോസിസ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരും ഒരു അതിൽ ടൂളാണ് പങ്കെടുക്കണം കേട്ടോ. എന്നാണ് എന്റെ ഒരു സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ അത്രമാത്രം പറയുന്നത്, ഹിപ്നോസിസ് അത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ടുള്ള, അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കൃത്യമായിട്ട് നമ്മുടെ ലൈഫിൽ പലയിടങ്ങളിലും പല സാഹചര്യങ്ങളിലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ക്രൈസിസ് വന്ന് നിൽക്കുന്ന സമയത്ത്, എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കകളോടുകൂടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഹിപ്നോസിസ് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ മനസ്സിനെ സ്വയം ശാന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളോടൊപ്പമുള്ളവരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അവർക്ക് ആ സമയത്ത് ഒരു മെന്റൽ സ്റ്റെബിലിറ്റി പകർന്നു കൊടുക്കാൻ ഹിപ്നോസിസ് പഠിച്ച ഒരാൾക്ക് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ കഴിയുന്നിടത്തോളം പേര് ഹിപ്നോസിസ് ക്ലാസ്സുകളിലേക്ക് വരിക. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ട്രെയിനിങ് കോർഡിനേറ്ററുടെ നമ്പർ തരാം, 7736298611. ആരെങ്കിലും ഒന്ന് ചാറ്റിലിടാമോ ഇൻബോക്സിൽ? 7736298611. അതിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനി അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിന് വരാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല എന്നിരിക്കട്ടെ, യൂട്യൂബിൽ ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വീഡിയോകൾ, കേസ് ഹിസ്റ്ററീസ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്, കാണുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒരിക്കലും നിങ്ങളുടെ സമയം പാഴാവില്ല, ഞാനത് ഉറപ്പ് തരാം. അത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഒരു പക്ഷേ മലയാളത്തിൽ ഏറ്റവും അധികം കൂടുതൽ വീഡിയോകൾ ആ വിഷയങ്ങളിൽ ചെയ്തിരിക്കുന്നത് ഞാനായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണുക. എനിവേ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരു നല്ല അഫർമേഷൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു അല്ലെ? എല്ലാവർക്കും, മിക്കവാറും എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഉണ്ട്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു അഫർമേഷനാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് കേട്ടിട്ട് ആവശ്യമെങ്കിലും എഴുതി വെച്ചാൽ മതി. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത്, ഭാഗ്യം, അറിവ്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത്, ഭാഗ്യം, അറിവ്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ആണ്. ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ എന്ന് പറയാനുള്ള ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒരു ശരാശരി വ്യക്തിക്ക് വേണ്ട എല്ലാം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇതെല്ലാം പരസ്പരം യോജിച്ചു പോകുന്ന ഘടകങ്ങളാണ്. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത്, ഭാഗ്യം, അറിവ്, ആരോഗ്യം, ഇതെല്ലാം പരസ്പരം യോജിച്ചു പോകുന്ന ഘടകങ്ങളാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മറ്റേതെങ്കിലും ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ, ഒരു വീട്ടമ്മയാണ് എങ്കിൽ, ആർക്ക് വേണമെങ്കിലും വളരെ ഭംഗിയായിട്ട് ഇത് ഉപയോഗിക്കാം. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത്, ഭാഗ്യം, അറിവ്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ എവിടെയും മനസ്സ് റിജക്റ്റ് ചെയ്യേണ്ട ഒന്നും തന്നെയില്ല.
മാത്രമല്ല ഇതെല്ലാ ഘടകങ്ങളും എല്ലാവർക്കും വേണ്ടതാണ്. എന്ത് ചെയ്യുന്നയാളാണെങ്കിലും ശരി, ഇനി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, ഇതെല്ലാ ഘടകങ്ങളും ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടതാണ്. മാത്രമല്ല എല്ലാം പരസ്പരം പൂരകങ്ങളുമാണ്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇത്രയൊക്കെയാണ് അഫർമേഷന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. കഴിയുന്നിടത്തോളം വീഡിയോയിൽ കണ്ട് സംസാരിക്കുമ്പോൾ ഒരു സുഖമല്ലേ പരസ്പരം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയം തന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ആധികാരികമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ 21 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അത് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഓരോ ദിവസവും ഒരു അരമണിക്കൂറിനും 1 മണിക്കൂറിനും ഇടയിലുള്ള ഓഡിയോ നോട്ട്സ്, പിന്നെ അതിനാനുപാതികമായിട്ടുള്ള മലയാളം PDF-കൾ, ഇമേജുകൾ, ഇതെല്ലാമാണ് അതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷനിലൂടെ ആയതുകൊണ്ടുള്ള ഒരു ഗുണം, അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ വാട്സപ്പിലൂടെയോ ഫോണിലൂടെയോ തന്നെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ തന്നെ ചാറ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ട്. അതിന് വാലിഡിറ്റി 1 ഇയർ ഉണ്ടാകും. 1 വർഷത്തിനിടയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും കേൾക്കാം, എങ്ങനെ വേണമെങ്കിലും കേൾക്കാം. വാട്സപ്പിലൂടെ ആദ്യം കൊടുത്തിരുന്നു. അതിനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പലതും വളരെ ലാർജ് ഫയലുകളാണ്. അതുകൊണ്ട് പലരുടെയും ഫോണുകൾ ഹാങ് ആവുന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കേട്ടിരുന്നു. മാത്രമല്ല ചില സമയങ്ങളിൽ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു ബുദ്ധിമുട്ട് കേട്ടിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ആപ്ലിക്കേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ സപ്പോർട്ടീവായിട്ടുള്ള വെബിനാറുകൾ ഇടയ്ക്ക് ഉണ്ടാവും, ഇൻഫർമേഷൻസ്. അതുപോലെ തന്നെ വേറെ ലോ ഓഫ് അട്രാക്ഷനിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വെബിനാറുകൾ ഉണ്ടാകും. അതിൽ സംശയങ്ങൾ ചോദിക്കാനും പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടാനും ഒക്കെ തീർച്ചയായിട്ടും സാഹചര്യങ്ങളുണ്ട്. ഉപയോഗപ്പെടുത്താം. 2000 രൂപയാണ് അതിന് ഫീ വരുന്നത്. ബട്ട് ഇന്നത്തെ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. 1499 1499 രൂപയ്ക്ക്, അതായത് 1500 രൂപയ്ക്ക് നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 24 അവേഴ്സ് വരുന്ന, അതായത് നാളെ വൈകുന്നേരം ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 1500 രൂപയ്ക്ക് അത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഡയറക്റ്റ് പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ എന്തായാലും 2000 രൂപ തന്നെ അടയ്ക്കേണ്ടി വരും. പക്ഷെ ഞങ്ങളെ ഇൻഫോം ചെയ്താൽ മതി. നമ്പർ എഴുതി വെച്ചോളൂ: 7736298611 7736298611. ഈ നമ്പറിലേക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ഡീറ്റെയിൽസ് വേണം എന്ന് മെൻഷൻ ചെയ്തിട്ടൊരു മെസ്സേജ് അയക്കുക. വെറുതെ ഒരു മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. ലോ ഓഫ് അട്രാക്ഷന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് മെൻഷൻ ചെയ്തിട്ട്, കൂട്ടത്തിൽ നിങ്ങൾ ഇന്നത്തെ വെബിനാറിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി മെൻഷൻ ചെയ്തിട്ട് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഈ 1500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഒരു 1 ഡേ മാത്രമാണ് ഞാനത് ഓഫർ തരുന്നത്. പരമാവധി പേര് അത് ഉപയോഗപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 2000 രൂപയായിരിക്കും അതിൻ്റെ ഫീ വരുന്നത്. 21 ഡേയ്സ് ആണ് അതിൻ്റെ വാലിഡിറ്റി. നമ്പർ ആരോ ഒന്നുകൂടി ചോദിക്കുന്നു, ഞാൻ ഇൻബോക്സിലിടാം. 7736298611. ഓക്കെ, 7736298611. അതിലേക്ക് ഒന്ന് അയച്ചാൽ മതി. നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഡീറ്റെയിൽസ് വേണമെന്ന് മെൻഷൻ ചെയ്ത് തന്നെ അയക്കണം കേട്ടോ. വെറുതെ ഒരു ബ്ലാങ്ക് മെസ്സേജോ ഒരു ഹായ് മെസ്സേജോ ഒന്നും അയക്കരുത്. അയച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ചിലപ്പോൾ വേണ്ട റെസ്പോൺസ് കിട്ടിക്കൊള്ളണമെന്നില്ല. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവില്ലേ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? സാറേ ഞാനുണ്ട്. പറയൂ. സന്തോഷാണ്. ശരി പറയൂ. സന്തോഷം, പറയൂ. സാർ ഞാൻ അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുത്തു. ഇത്രയും ദിവസം നല്ല ഒരു ഇതായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാനതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലുള്ള സമയത്താണ് സാറിന്റെ ക്ലാസ് ഞാൻ കേൾക്കുന്നതും യൂട്യൂബിലൂടെ കേൾക്കുന്നതും അത് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. അത് ഞാൻ കാലത്ത് കഴിഞ്ഞിട്ടുള്ള ആ മെഡിറ്റേഷനും എല്ലാം എനിക്ക് വളരെ സാധാരണ, ഞാൻ ഇതിനു മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെഡിറ്റേഷനൊക്കെ കുറെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ആ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തപ്പോ എനിക്കതിൽ കുറച്ചുകൂടെ ഇതായിട്ട് ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ഞാൻ ആദ്യം സാർ പറഞ്ഞ സമയത്ത് ഇതിന് മുമ്പ് 3 മണിക്കൊക്കെ എഴുന്നേറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഇരുന്ന് ചെയ്യും. വളരെ നല്ലൊരു ഇതിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ മലയാളീസ്. അതാണ്
അതായത് ഒരു ശരാശരി മലയാളിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന വിധത്തില് ആണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പല വിധത്തിലുള്ള പുസ്തകങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അത് എഴുതിയ കാലഘട്ടം, ദേശം, കാലം ഇതെല്ലാം പ്രസക്തമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറം ഒരു ശരാശരി മലയാളിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തില്, ഏറ്റവും ഗംഭീരമായിട്ട് റിസൾട്ട് കിട്ടുന്ന വിധത്തിലാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഗുണം ചെയ്യും. മറ്റാരെങ്കിലും ഉണ്ടോ ലോ ഓഫ് അട്രാക്ഷനിൽ പങ്കെടുത്തിരിക്കുന്നത്? നമസ്കാരം സർ. ഞാൻ നമസ്കാരം, പറയൂ. വയനാട്. ശരി, പറയൂ. പങ്കെടുത്തതിന് ശേഷം 21 ദിവസത്തെ ക്ലാസ് നമുക്ക് കിട്ടിയ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ തന്നെ നമ്മൾ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മളെ ചിന്തകളെല്ലാം. പിന്നെ അത് മൊത്തം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലും ഇട്ട് പോയാലെന്ന് വെച്ചിട്ട് എല്ലാം നോട്ട് ചെയ്ത് അതിടയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും അതിനുശേഷമാണ് ഞാൻ മറ്റുള്ള പല ക്ലാസ്സുകളിലും കയറിയതും അത് സ്വയം നമ്മളെ കുടുംബത്തിലെല്ലാം മൊത്തത്തിൽ മാറ്റം വരുത്തി. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. അതായത് ഒരു വ്യക്തിയിലെ ആത്യന്തികമായിട്ടുള്ള ഒരു പരിവർത്തനം സംഭവിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പലരും കരുതുന്ന ഒരു കാര്യമുണ്ട്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്. അല്ല, അങ്ങനെ ഒന്നുമല്ല. ഒരു വ്യക്തിയിലെ ആത്യന്തികമായിട്ടുള്ള പരിവർത്തനം സംഭവിക്കുന്ന സമയത്താണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ആ വ്യക്തിയിൽ ഉണ്ടാവുന്നത്. ഇനി അതല്ലാതെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെറും താൽക്കാലികം മാത്രമായിരിക്കും. ആന്തരിക പരിവർത്തനം സംഭവിക്കാത്ത ഒരു വ്യക്തിയിൽ സാമ്പത്തിക പരിവർത്തനം മാത്രം സംഭവിച്ചാൽ അത് താൽക്കാലികമായിരിക്കും. അത് ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഈ ലോട്ടറി അടിച്ചിട്ടൊക്കെ പണക്കാരായവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട്. അത് മറ്റൊരിക്കൽ ഞാൻ പറയാം. അവരെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സാമ്പത്തിക സ്ഥിതി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് കാരണം ഇതാണ്, മറ്റേ പരിവർത്തനം സംഭവിക്കാത്തത് കൊണ്ടാണ്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ, അതിൽ നിങ്ങൾ ആന്തരികമായിട്ടുള്ള പരിവർത്തനങ്ങളാണ് സംഭവിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് ആ ഒരു വേയിലൂടെ തന്നെ പോവുകയാണെങ്കിൽ, അവിടെ നോട്ടുകൾ എഴുതാൻ പറയുന്നതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് നിങ്ങൾക്ക് കാലാകാലം ഉപയോഗിക്കാൻ പറ്റും. ബുക്കിൽ എഴുതി വെച്ചാൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ബുക്കിൽ എഴുതുന്ന സമയത്ത് കൂടുതൽ ഭംഗിയായിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് പതിയും. മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, അതെനിക്ക് അയച്ചു തരാൻ പറയാറുണ്ട്. ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു പക്ഷെ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കറക്ഷൻസ് വേണമെങ്കിൽ എനിക്ക് തരാൻ പറ്റും. ഒരു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ എനിക്കതൊന്ന് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ അതിൽ സംഭവിക്കും. ഒരു വ്യക്തിയിൽ ആത്യന്തികമായിട്ടുള്ള പരിവർത്തനം തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസിന്റെ ഉദ്ദേശം. അല്ലാതെ താൽക്കാലികമായിട്ട് കുറച്ച് സാമ്പത്തിക ലാഭം നേടുക എന്നുള്ളതല്ല. ഞാനതിന് പ്രാധാന്യം കൊടുക്കുന്നേയില്ല. മറിച്ച് ആന്തരികമായിട്ടുള്ള വിധത്തിൽ ഒരു വ്യക്തിയിൽ പരിവർത്തനം സംഭവിക്കുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സ്വാഭാവികമായിട്ടും സമ്പത്ത് വരും, സ്വമേധയാ വരും. അതാണ് അതിന്റെ ഒരു രീതി. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ മറ്റാരെങ്കിലും പങ്കെടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടേ. ശ്രീജിത്ത് പറയൂ. ശ്രീജിത്ത്, സത്യത്തില് ലോ ഓഫ് അട്രാക്ഷൻ ആദ്യമായിട്ട് പങ്കെടുത്തപ്പോ എന്താണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ന് എന്നേക്കാൾ നന്നായിട്ട് സാറിന് അറിയാം. കാരണം സാർ അത് കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോ എങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നതെന്നും പിന്നെ ലോ ഓഫ് അട്രാക്ഷനിൽ നിന്നും ലഭിച്ച മാറ്റങ്ങൾ എന്താണെന്നും പറഞ്ഞാൽ വിലമതിക്കാത്തതാണ്. അപ്പോ എന്നെ അറിയുന്നവർക്കും ഇനി പുതുതായിട്ട് വരുന്ന ഓരോ വ്യക്തികളോട് ഞാൻ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മേഖലയിലോട്ട് കൂടുതൽ അറിയുകയും നമ്മുടെ മനസ്സിന്റെയും അതേപോലെ ഹിപ്നോട്ടിസം എന്നുള്ള ഒരുപാട് മേഖലയിലോട്ട് അടുത്ത് അറിയുകയും ചെയ്യുന്നതോറും മനുഷ്യന്റെ പരിവർത്തനം എന്താണെന്ന് വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിന്നും നമ്മളുടെ ഈ ഓരോ വ്യക്തിയുടെ പുരോഗതിയും, അത് സാമ്പത്തികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, വൈകാരികമായിക്കോട്ടെ, എന്ത് തന്നെയായാലും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഒരു പരിവർത്തനത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും. അത് 100% ഞാൻ തന്നെ ഗ്യാരണ്ടി പറയുന്നു, എന്നെ തന്നെ മുൻനിർത്തിക്കൊണ്ട്. സന്തോഷം. ശരി, താങ്ക് യു. ശരി, അപ്പോ താല്പര്യമുള്ളവരെ പങ്കെടുക്കൂ, മെസ്സേജ് ഇടൂ, ഞാനത് മറ്റു ഡീറ്റെയിൽസ് തരാം. ഇനി ഒന്നുകൂടെ പറയാമോ സാർ? എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത്, ഭാഗ്യം,
അറിവ്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. കിട്ടിയോ? താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു. ശരി. ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ മാനിഫെസ്റ്റേഷൻ ഘട്ടം എപ്പോഴാണ്? അതിനെ കുറിച്ചൊന്ന് പറയൂ. ചോദ്യം ഒന്നുകൂടി വിശദമാക്കാമോ? ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പരിപാടി യൂട്യൂബിൽ ചിലതിൽ കാണാറുണ്ട്. ശരി. അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന്. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രൊസീജിയർ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് അതാണോ ചോദിക്കുന്നത്? അതെ അതെ അതെ, നടക്കുന്നത്. അതെ, ശരി. അത് വ്യക്തികൾക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് കാരണം വളരെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിത്ത് നട്ടു കഴിഞ്ഞാൽ അത് ഫലം വരാൻ എത്ര നാളെടുക്കും? അതൊന്ന് കായ്ച്ചു കിട്ടാൻ എത്ര നാളെടുക്കും? അവിടുത്തെ അന്തരീക്ഷം, മണ്ണിന്റെ പിന്നെ ആ വിത്തിന്റെ സവിശേഷത അറിയണം അല്ലേ? പിന്നെ മണ്ണ്, കാലാവസ്ഥ, നിങ്ങൾ അതിനെ എങ്ങനെ പരിപാലിക്കുന്നു, അവിടെ മറ്റേന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ ധാരാളം അനുബന്ധ ഘടകങ്ങളുണ്ട്. അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യത്തിലും. ഒന്ന്, നിങ്ങളുടെ ആഗ്രഹം അത് എത്രമാത്രമുണ്ട്. രണ്ട്, നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾ, സമീപന രീതികൾ, ഇതെല്ലാം അതിനെ ആശ്രയിച്ചിരിക്കും. ഒരു പ്രത്യേക കാര്യം ഒരാൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടി എന്നുള്ളത് കൊണ്ട് മറ്റൊരാൾക്ക് അങ്ങനെ സംഭവിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതിനേക്കാൾ നേരത്തെ സംഭവിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയമെടുക്കാം. ഇനി അദ്ദേഹത്തിന്റെ മനസ്സിലോ ചിന്തകളിലോ എവിടെയെങ്കിലും പ്രതികൂല ഘടകങ്ങൾ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ അത് സംഭവിക്കാതെയും ഇരിക്കാം. അനുകൂല ഘടകങ്ങളെക്കാൾ തന്നെ ബോധപൂർവമോ അല്ലാതെയോ ചിലപ്പോൾ പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കാതെ ഇരിക്കും. അതായത് നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിത്ത് വാങ്ങി കുഴിച്ചിട്ടു, എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അത് തന്നെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു കാലപരിധി പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ കേൾക്കുന്നതിൻ്റെയും മനസ്സിലാക്കിയതിൻ്റെയും അപ്പുറവും ഇപ്പുറവും ഉണ്ട്. ആധികാരികമായിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് അതെല്ലാം മനസ്സിലാവുന്നത്. ഒരു ബുക്ക് വായിക്കുമ്പോഴോ ഒരു വീഡിയോ കാണുമ്പോഴോ ഇത്രയൊക്കെ കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. ഏകദേശമുള്ള ഒരു ധാരണ കിട്ടും. പക്ഷെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും സാധിക്കുന്നത്. അവിടെയാണ് ഒരു കോഴ്സിൽ പങ്കെടുക്കുന്നതിന്റെ ആവശ്യകതയും. ഓക്കെ, മറ്റെന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? പറയൂ. അതിനകത്തൊരു സിലബസും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. ഒരു നിമിഷം ഞാൻ അതിലേക്ക് വരാം. നിഷ മാം ചോദിക്കൂ. സർ, ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒന്നുകൂടി പറയാമോ? സർ, ഞാൻ ഉദ്ദേശിച്ചത് അത് നമ്മളൊരു താങ്ക്സ് ഗിവിംഗ് നടത്തണോ? നമ്മൾ അതിൽ എന്താണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത്? അതോ അത് നമ്മൾ തുടർന്ന് പോണോ? അത് നോക്കൂ, അവിടെ ഒരു കാര്യമുണ്ട്. ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്ന ഒന്ന് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് സംഭവിക്കുന്നതിന് മുൻപ് അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണമെന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല, ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ മാത്രമല്ല നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടത്. നമ്മുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളിലും ചിന്തകളിലും എല്ലാം ആ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തന്നെ മുന്നോട്ട് പോകണം. നോക്കൂ, നമ്മൾ രാവിലെ ഉണർന്നിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ നമ്മുടെ പ്രഭാത കൃത്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ മറ്റാർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ഒരു പുരുഷന്റെയും മുകളിൽ ചെയ്യുന്നതല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു പോകുന്നതാണ്. അതുപോലെ ഒരു കാര്യം തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ ബാക്കിയൊക്കെ നമ്മുടെ പിന്നാലെ വരുമെന്നുള്ളതാണ്. കോസ്മിക് ലോസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അല്ലാതെ ഒരു കാര്യം സംഭവിച്ചാൽ മാത്രം കൊടുക്കേണ്ട ഒന്നല്ല ഗ്രാറ്റിറ്റ്യൂഡ്. അത് തന്നെ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയല്ല ലോ ഓഫ് അട്രാക്ഷൻ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം, സംഭവിക്കുമായിരിക്കാം. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ പലപ്പോഴും അത് താൽക്കാലികം മാത്രമായിരിക്കും. അതിനൊക്കെ അപ്പുറം ആത്യന്തികമായിട്ടുള്ള ഒരു പരിവർത്തനം, ഒരു ആയിത്തീരലാണ് ഒരു വ്യക്തിയിൽ സംഭവിക്കേണ്ടത്. ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ പരിവർത്തനത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് സാമ്പത്തികം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം പിന്നാലെ വന്നോളൂ. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ശരി, താങ്ക് യു. മറ്റാരും എന്തോ ചോദിച്ചു?
ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടോ പറയൂ. കേൾക്കാം സർ? കേൾക്കാം പറയൂ. സർ, അറ്റ് എ ടൈമില് കുറേയേറെ കാര്യങ്ങളല്ലോ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതിൽ പറഞ്ഞു തരാം. അറ്റ് എ ടൈമിൽ കഴിയുന്നിടത്തോളം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന് ലക്ഷ്യം വെച്ച് ചെയ്യുമ്പോൾ അതിലേക്ക് മാത്രം പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ നോക്കൂ, നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് കൊല്ലത്ത് ഷോപ്പിൽ ഒന്ന് ഇറങ്ങാനുണ്ട് കേട്ടോ എന്ന് പറയാം. ശരി, അദ്ദേഹം ഒന്ന് നിർത്തി തരും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഒരു കാര്യം, നിങ്ങൾക്ക് അവിടെ ഇറങ്ങാം, കൊല്ലത്ത് ഇറങ്ങാം, അത് പർച്ചേസ് ചെയ്യാം, ഒക്കെ ചെയ്യാം, അത് നടക്കും. ദ സെയിം ടൈം എറണാകുളം എത്തുകയും ചെയ്യാം. പക്ഷെ അവിടെ എന്ത് ചെയ്യും? ഒരു ചെറിയ ഡിലേ വരും. ദ സെയിം ടൈം നിങ്ങൾ മറ്റൊരു കാര്യം ഡ്രൈവറോട് പറയുകയാണ്, എനിക്ക് എനിക്ക് എറണാകുളത്തേക്കാണ് പോകേണ്ടത്, കൊല്ലത്തുനിന്നൊരു സാധനം വാങ്ങണം, അതുപോലെ തന്നെ എനിക്ക് നാഗർകോവിൽ അല്ലെങ്കിൽ കന്യാകുമാരി ബീച്ചിൽ ഒന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് മറ്റൊരു ദിശയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ഡിലേ വരും, ഒത്തിരി ഡിലേ വരും. ഇത് തന്നെയാണ് കാര്യം. നമ്മളൊരു പ്രത്യേക കാര്യത്തിലേക്ക് മുഴുവൻ ശ്രദ്ധയും കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വേഗത്തിൽ അത് സംഭവിക്കും. നമ്മൾ ഈ സൂര്യപ്രകാശം ഒരു ലെൻസ് വെച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് കത്തിക്കുന്നില്ലേ? അതെടുത്താൽ മതി. ആ വെളിച്ചം കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? റിസൾട്ടിന് താമസം വരും. എന്നാൽ ഒരു ഏറ്റവും ഷാർപ്പാക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് മാത്രം കൊണ്ടുപോകുമ്പോൾ ക്വിക്ക് റിസൾട്ട് കിട്ടും. ഇതാണ് സംഭവിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നമ്മളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലൊരു ആയിത്തീരൽ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് അത്രമാത്രം പവർഫുൾ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതെല്ലാം സ്വമേധയാ സംഭവിച്ചോളും. അത്രയേ ഉള്ളൂ. താങ്ക് യു. മറ്റെന്തെങ്കിലും? സാർ ഇപ്പൊ പറഞ്ഞതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡൗട്ടാണേ. ഇപ്പൊ ഞാൻ വന്നിട്ട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ 1 year 1.5 year ആയി പാർട്ട്ണർ വിസയ്ക്ക് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടെ. അപ്പൊ എനിക്ക് മീൻവെയിൽ ഒരു വർക്ക് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ജോബ് റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ 1.5 വർഷമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക വിസയ്ക്ക് വേണ്ടി. അപ്പം മീൻവെയിൽ എനിക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു ജോബ് കിട്ടണം എന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഷാർപ്പ് ഫോക്കസ് എന്നുള്ളത് ഇപ്പൊ ഞാൻ വിസ കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ അതേസമയം എനിക്കൊരു ജോലി പാർട്ട് ടൈം ആയിട്ട് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് സാർ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നതിന് ഉള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യൂ. മറ്റേതൊരു ബക്കറ്റ് ലിസ്റ്റിൽ വെക്കുന്നതോ അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മറ്റൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നതോ ആയിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ ഒരുപാട് ടെക്നിക്ക് ഉണ്ട് കേട്ടോ. അതും വ്യക്തികൾക്ക് അനുസരിച്ച് ടെക്നിക്കുകൾ മാറ്റി ഉപയോഗിക്കേണ്ടി വരും. അത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടെക്നിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഏത് ടെക്നിക്ക് ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, കിച്ചണില് വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം കത്തികൾ ഉണ്ടാവും അല്ലേ? അപ്പോ ഏറ്റവും പെട്ടെന്ന് മുറിക്കണമെങ്കിൽ ഏത് കത്തിയായിരിക്കും നന്നാവുക? താങ്കളുടെ കിച്ചണിലുള്ള കത്തി ഏറ്റവും പെട്ടെന്ന് മുറിക്കണം, ഏത് കത്തിയായിരിക്കും എടുക്കുക? അതിലെ ഏറ്റവും ഷാർപ്പായിട്ട് അത് ഏതെടുക്കും? പോയിന്റഡ് ആയിട്ടുള്ള കത്തി എടുക്കും. പക്ഷെ എനിക്ക് മുറിക്കേണ്ടത് മരമാണ്. അപ്പോഴോ? അയ്യോ, മനസ്സിലായോ? അതാണ് വ്യത്യാസം. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഏറ്റവും പോയിന്റഡ് ആയത് ചിലപ്പോൾ ഫ്രൂട്ട് കട്ട് ചെയ്യുന്നതോ പച്ചക്കറി കട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള കത്തിയായിരിക്കും അല്ലെ? പക്ഷെ എനിക്കൊരു വിറക് കഷ്ണം മുറിക്കണമെങ്കിൽ അതല്ല വേണ്ടത്. അവിടെ ഷാർപ്നെസ്സിനല്ല പ്രാധാന്യം. ഇത് തന്നെയാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും, അതെന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ചുള്ള ടൂള്, നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടൂള് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞല്ലേ ഇമോഷണൽ ആയിട്ട് നമ്മൾ വേണം ഈ അഫർമേഷൻ പറയാൻ വേണ്ടി. അപ്പൊ എനിക്കപ്പോ ഈ വിസ കിട്ടാത്തതിന്റെ വിഷമത്തിലിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ വിസ വളരെയധികം പെട്ടെന്ന് എന്നിലേക്ക് വരുന്നു എന്നിങ്ങനെ പറയാം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ചേർക്കാം. ഒന്ന്, അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക. അതായത് എനിക്ക് വളരെ വേഗം വിസ ലഭിക്കുന്നതിന് നന്ദി. അവിടെ എന്തെങ്കിലും റിജക്ഷൻ വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. അതാണ് കാര്യം. അതാണ്. അതല്ലെങ്കിൽ ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞാൽ ഉടനെ കോൺഷ്യസ് ചെയ്യുക, എവിടെ ലഭിച്ചു, ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുക. അങ്ങനെയല്ല, വളരെ വേഗം വിസ ലഭിക്കുന്നതിന് നന്ദി. അപ്പോ ആ വിധത്തിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൊടുത്ത് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും. ശരി, താങ്ക് യു. മറ്റെന്തെങ്കിലും? സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കൂ. സാറിന്റെ വീഡിയോസിലെ
ഈ ഗുഡ് തിങ്സ് ആർ കമ്മിങ് ബൈ വേ അത് ആ ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ശരി. കൂടെ ഇത് ചെയ്യാവോ? ഇത് ഏതാ? സാറ് പറഞ്ഞ എനിക്ക് അനുകൂലമായ വ്യക്തികൾ ചെയ്യാം. മറ്റേത് ഗുഡ് തിങ്സ് ആർ കമ്മിങ് മൈ വേ നമ്മൾ ശരിക്കും ചെയ്യുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് രാവിലെ ഓക്കെ. ഉണരുന്ന സമയത്തുമാണ്. അഫർമേഷൻ മറ്റു സമയങ്ങളിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം അഫർമേഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ. ശരി. മറ്റെന്തെങ്കിലും? ഇതിന്റെ സിലബസ് കൂടെ ഒന്ന് പറയൂ, എന്തൊക്കെയാണ് സാർ സിലബസ് അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്? പ്രധാനമായിട്ടും ഗുഡ് ചോദിച്ചത് നന്നായി. പ്രധാനമായിട്ടും ലോ ഓഫ് അട്രാക്ഷന്റെ സിലബസ് വരുന്നത് ഒന്ന് മനസ്സിനെ കുറിച്ചും അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമാണ് വരുന്നത്. നിങ്ങൾക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭൂമിയുടെ പ്രത്യേകതകൾ എന്താണ്, ആ ഭൂമി എങ്ങനെ നിങ്ങൾക്ക് തരംതിരിച്ച് ഉപയോഗപ്പെടുത്താൻ സാധിക്കും, അവിടെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അതാണ് മനസ്സിലായത്. നമ്മുടെ മനസ്സിനെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും അതിനെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചും പ്രധാനമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ കൂടുതൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, അതായത് ഒരു കൃഷി എടുക്കുകയാണെങ്കിൽ അതിനെങ്ങനെ വളം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഏതെല്ലാം സമയങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൂടുതൽ ഫലപ്രദമായിട്ട് നല്ല വിളവെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച്. പിന്നെ പ്രതികൂലമായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ തളർത്തിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും തുടങ്ങി അവിടെ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ അതുപോലെ തന്നെ ചില പ്രതികൂല സാഹചര്യങ്ങളോ പ്രതികൂലമായിട്ടുള്ള ഊർജങ്ങളോ ഒക്കെ സ്വാധീനിക്കാതിരിക്കാൻ അവയിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയും അനുകൂലമായിട്ടുള്ള ഊർജങ്ങളെയും ഒക്കെ നമ്മളിലേക്ക് സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, അവയുടെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ പ്രധാനപ്പെട്ട ചില ടെക്നിക്കുകൾ. ഇത്രയൊക്കെയാണ് സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ സാർ, താങ്ക്സ്. ശരി, താങ്ക് യു. ഇനി മറ്റെന്തെങ്കിലും പറയൂ. പറയൂ, കേൾക്കുന്നുണ്ട്. ഞാൻ രാജഗോപാലനാണ്. എന്താണ്? പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ശരി. നിങ്ങളുടെ മണി മെഡിറ്റേഷൻ ദിവസവും കാണാറുണ്ട്. ശരി. നിങ്ങളുടെ മണി മെഡിറ്റേഷൻ പറയാറില്ലേ? പണം പറഞ്ഞത്തും ഇങ്ങനെ ചെയ്താൽ തലക്കെട്ടോട് കൂടിയ ഒരു മണി മെഡിറ്റേഷൻ നിങ്ങൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബില്. റൈറ്റ്. അത് ദിവസവും ഞാൻ ചെയ്യാറുണ്ട്. ശരി, ഗുഡ്. മണി മെഡിറ്റേഷൻ മാത്രം ചെയ്യാറുണ്ട്. ശരി. അതിൽ നിങ്ങൾ പറയുന്ന ആ വാർത്ത അഫർമേഷൻ എടുക്കാൻ പറ്റുമോ? ഐ ലവ് ദ വൈബ്രേഷൻ ഓഫ് മണി, ഐ ലവ് ദ വൈബ്രേഷൻ ഓഫ് എടുക്കാം. അത് ദിവസവും എടുക്കാമല്ലോ? ഇല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ചേർക്കണോ? വേണ്ട, അതിലത്ര മതി. അതൊരു ഒരു പെർഫെക്റ്റ് അഫർമേഷൻ ആണത്. ഐ ലവ് ദ വൈബ്രേഷൻ ഓഫ് മണി ദിവസം എത്ര വേള അത് പറയണം? പരമാവധി കൊടുക്കാം. രാവിലെ, രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് മാത്രമല്ല, നേരത്തെ അഫർമേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ഒരു മന്ത്രജപം പോലെ സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അഫർമേഷൻ ആണ്. കഴിയുന്നിടത്തോളം അത്രേ. അതെ, കഴിയുന്നിടത്തോളം കൊടുക്കാം. ഓക്കെ. ശരി. മറ്റൊന്നും കൂടി ചോദിച്ചോട്ടെ? പറയൂ. മണി കം ടു വി എന്ന് പറയാറില്ല, അതുപോലെ നിങ്ങൾ പറയാമോ? സാധാരണഗതിയിൽ നമ്മൾ എന്ത് അഫർമേഷൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കൊടുക്കുമ്പോഴായാലും ശരി, അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റുന്നതായിരിക്കണം. ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ. അത് തന്നെ ചോദിച്ചത്. ഞാൻ മിക്കവാറും മണി മെഡിറ്റേഷൻ മാത്രമേ കാണാറുള്ളൂ. ശരി. എനിക്കിപ്പോൾ ആവശ്യം സാമ്പത്തിക പ്രശ്നം തന്നെ. ആവട്ടെ, അപ്പൊ അത് ചെയ്യൂ. അത് ചെയ്യൂ. കൂട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചു, അഫർമേഷന്റെ കൂട്ടത്തിലെ ആക്ഷൻ വളരെ പ്രാധാന്യമുണ്ട്. അതിനനുകൂലമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്തെല്ലാം ഒരു ചെറിയ മൂവ്മെന്റ് ആണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിഷ്വൽ ആയിട്ട് കാണാറുണ്ട്, അതും ചെയ്യാമല്ലോ? വിഷ്വൽ ആയിട്ട് കണ്ണടച്ച് എന്തെങ്കിലും മണി കിട്ടിയാൽ അവിടെ അഭിനന്ദിക്കുന്നത് പോലെ ഒരു വിഷ്വൽ, അത് കാണാമോ? കാണാം. അതുപോലെ കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല, ചെയ്യാം കേട്ടോ. ഓക്കെ. ശരി, താങ്ക് യു. ചേട്ടാ. മറ്റെന്തെങ്കിലും? ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ക്ലാസ്സിൽ പങ്കെടുത്തയാളാണ്. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടായാലും ഡേ ബൈ ഡേ
ഉള്ള പലതും നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ക്രമേണ അത് സീറോയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ വരും. നമുക്കൊരു കണ്ടിന്യൂറ്റി ഒരു ഫോളോ അപ്പോ കിട്ടുന്നില്ല. അപ്പോ ഈ വെബിനാറിന്റെ ആണെങ്കിലും ഈ ഒരു പോർഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് നമുക്കൊന്ന് ഷെയർ ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരമായിരുന്നു. വീണ്ടും വീണ്ടും വെബിനാറിന്റെ നമുക്ക് ചില പ്രസക്ത ഭാഗങ്ങൾ ഷെയർ ചെയ്യും. മാത്രമല്ല ഇനി മറ്റൊരു കാര്യമുണ്ട്, ഇതുപോലെയുള്ള വെബിനാറുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇനിയുമുണ്ട് യൂട്യൂബിൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള 100 കണക്കിന് വീഡിയോസ് ഇതിനോടകം അപ്ലോഡ് ചെയ്തിട്ടിട്ട് അതെല്ലാം തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുക. അതുപോലെ നമ്മുടെ ഹിപ്നോസിസ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നമ്മുടെ ഓരോ എക്സ്പീരിയൻസും അവിടെ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് അവിടെ പറഞ്ഞു തരും. 2, കൂടെയുള്ളവർക്ക് അത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ആക്ഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഇടയ്ക്ക് ഉണ്ടാകും. ഒരു 3 മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ഒക്കെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കും. അപ്പോൾ അവിടെ പങ്കെടുക്കാം. ഇനി ഹിപ്നോസിസിന്റെ തന്നെ, ഇതിപ്പോൾ ലോ ഓഫ് അട്രാക്ഷന്റെ വെബിനാറാണ്, ഇതുപോലെ ഹിപ്നോസിസിന്റെ വെബിനാറുകൾ ഉണ്ടാകും. അവിടെ കൂടുതൽ അപ്ഡേഷൻസ് കിട്ടും. കൂടുതൽ പ്രാക്ടിക്കൽ ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡുകളൊക്കെ അവിടെ പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ ഹൈ ലെവൽ ട്രെയിനിങ്ങുകൾ ഉണ്ടാകും. അതെല്ലാം പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ബെറ്റർ ആവാൻ പറ്റും. ട്രെയിനിങ് ഉള്ള സമയം എന്തോ ടൈം നമ്മൾ അറിയിക്കുമായിരിക്കും അല്ലേ? എപ്പോഴാണ് തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ അറിയിക്കും. അതുപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തും കേട്ടോ. ശരി, താങ്ക് യു. മറ്റെന്തെങ്കിലും? അതുപോലെ മറ്റൊരു കാര്യം, എൻ്റെ ഹിപ്നോസിസ് ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഹിപ്നോസിസ് ട്രെയിനിങ്ങിന്, ബേസിക് ട്രെയിനിങ്ങിന് 1 ഡേ സെഷന് ഇപ്പോൾ പുതിയ സിലബസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഒരു ഒത്തിരി വ്യത്യാസങ്ങൾ കൊടുത്തുകൊണ്ടാണ് പുതിയ സെഷൻ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ ഫസ്റ്റ് ലെവൽ ചെയ്തിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. അതിന് വളരെ ചെറിയ ഫീ മാത്രം കൊടുത്താൽ മതിയാവും. ട്രെയിനിങ് കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്താൽ മതി, അവരതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ. ഈ വരുന്ന ഞായറാഴ്ച ട്രിവാൻഡ്രത്തുണ്ട്, 21-ാം തീയതി തൃശ്ശൂര്, 28-ാം തീയതി കോട്ടയം. ഇങ്ങനെയാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ വരുന്ന മാസത്തിലെ ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്, അതിന്റെ ഡേറ്റ് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യാം. മറ്റെന്തെങ്കിലും? ട്രിവാൻഡ്രത്ത് കമ്മിങ് സൺഡേ. അതിന്റെ ഡീറ്റെയിൽസ് എന്നൊന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യൂ. താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഓക്കെ. ട്രിവാൻഡ്രത്ത് ഈ വരുന്ന സൺഡേ ആണ്, ഹോട്ടൽ ഹൈലാൻഡിൽ വെച്ചിട്ട് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് കേട്ടോ. ശരി, ഡീറ്റെയിൽസ് കോർഡിനേറ്റർ ഒന്ന് കോൺടാക്ട് ചെയ്യും. നേരത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു. മറ്റെന്തെങ്കിലും? കോഴിക്കോട് മെയ് മാസത്തിലാണുള്ളത്, അറിയിക്കാം. സാറേ, ഞാനേ 21-ാം തീയതി വരുന്നുണ്ട് തൃശ്ശൂര്. ക്ലാസ് ഈ അതും കൂടെ കഴിഞ്ഞാലാണോ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ടിന്റെ ഇതിലേക്ക് വരിക? ലോയുടെ കാര്യത്തിലാണോ? ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ലോയുടെ കാര്യത്തിൽ വേണ്ടതെല്ലാം ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഹിപ്നോസിസിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ വേറൊരു തലം നമുക്ക് ഇപ്പുറത്തുനിന്ന് മനസ്സിലാവും ഹിപ്നോസിസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും തീർച്ചയായിട്ടും. ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ തടസ്സം വരണ്ട്. അതിനുള്ള മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞെങ്കിൽ അത് ചോദിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ലോയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നവരും ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്ന ആ സമയത്ത് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു, അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നു പോയി, പഴയപടിയായി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതിന് ശരിക്കും കാരണമുണ്ട്. നോക്കൂ, ഈ വെബിനാറിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ചിന്തകളാണ് പിന്നീട് വിധിയായിട്ട് മാറുന്നതെന്ന്. ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഈ 21 ഡേയ്സ് എന്ന് പറയുന്ന അതിന് ഒരു കാലപരിധിക്ക് തന്നെ പ്രാധാന്യമുണ്ട്. 21 ദിവസം നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഒരേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള വിധത്തിൽ മനസ്സ് പാകപ്പെടും. പക്ഷെ പലരും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ 21 ഡേയ്സ് കഴിഞ്ഞാൽ അതവിടെ മൂടി വയ്ക്കും, പിന്നെ കംപ്ലീറ്റ് വേറെയായി. മനസ്സിലായോ? അതിൽ നിന്നെല്ലാം നേരെ വിരുദ്ധമായിട്ട് കുറച്ചുപേർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതുണ്ട്, വേറെ കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ വരും. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഈ ഒരു അറിവ് കൃത്യമായിട്ട് നമ്മൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള റിസൾട്ട് കിട്ടും, അതിഗംഭീരമായിട്ടുള്ള റിസൾട്ട്. നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്തിട്ട്
9:45 നിങ്ങൾ താല്പര്യത്തോട് കൂടിയിരിക്കുന്നതുകൊണ്ട് മാത്രം പറയാം. ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് പറയാറുണ്ട്. ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ തന്നെ തുടക്കത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു തമാശയ്ക്ക് പോലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനറിയില്ല ഈ തമാശ ഏതാ കാര്യം ഏതാ എന്ന് അവനറിയില്ല. അപ്പൊ തമാശയ്ക്കാണെങ്കിൽ പോലും നിങ്ങളൊരു സംഗതി ഒരു ചിന്ത അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ മാനിഫെസ്റ്റേഷന് അത് വിധേയമാക്കും. കാരണം മനസ്സ് ഷാർപ്പാകാനുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ ഇപ്പുറത്ത് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ വളരെ ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞ ഒരു തമാശ ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയുക. ഒരു 3-4 വർഷമായിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം രാവിലെ ഓഫീസിൽ നിന്ന് സ്റ്റെപ്പ് കയറി വരുമ്പോൾ, സെക്കൻഡ് ഫ്ലോറിലാണ് ഓഫീസ്, സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് താഴെ ഒരാള് കയ്യെന്തോ ഒരു ഫ്രാക്ചർ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചു, അദ്ദേഹത്തിന്റെ ഇമോഷൻ എന്തായിരിക്കും, അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും അത് പറ്റിയത്, അതിന് വേദന ഉണ്ടാകുമായിരിക്കുമോ എന്ന് ഞാനിങ്ങനെ വെറുതെ ആലോചിച്ച് പോയിട്ടേ ഉള്ളൂ. 3-ാമത്തെ ദിവസം ബൈക്കിൽ നിന്ന് വീണു, അതേമാതിരി തന്നെ കൈ പൊട്ടി. മനസ്സിലായോ? അപ്പോ മനസ്സിനറിയില്ല, പക്ഷെ കൈ പൊട്ടിയെങ്കിൽ പോലും ഞാൻ വളരെ നന്ദിയോടുകൂടി തന്നെ ഓർക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ അത് കാരണം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആ ഒടിഞ്ഞ കൈ, ഫ്രാക്ചർ ആയിട്ടുള്ള കൈ ഞാനിവിടെ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് തൂക്കിയിട്ടിട്ട് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. വാഹനം ഓടിക്കുന്നത് ഒരു കൈ കൊണ്ട്, വലത് കൈ കൊണ്ട് മാത്രം ഞാൻ കാർ ഡ്രൈവ് ചെയ്യായിരുന്നു. ഓട്ടോമാറ്റിക് ഒന്നും അല്ല കേട്ടോ, വലത് കൈ കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് പിടിക്കും, ഗിയറും ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ അപ്പോഴുള്ള വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഓൾമോസ്റ്റ് 2-3 കിലോമീറ്റർ ഉണ്ട്. കോഴിക്കോട് സിറ്റിയിലൂടെ 2-3 ട്രാഫിക് സിഗ്നലിന്റെ ഇടയിലൂടെയാണ് വരേണ്ടത്. പക്ഷേ ഈ സിഗ്നലുകളൊന്നും എനിക്കൊരിക്കലും ഒരു പ്രതിരോധമായിട്ടില്ല ആ സമയത്ത്. കാരണം പ്രതിരോധം ആയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് കൈ അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റും, പക്ഷെ ബുദ്ധിമുട്ട്. പക്ഷെ അവിടേക്ക് എത്തുന്ന സമയത്ത് സിഗ്നല് ഗ്രീൻ ആയിട്ടുണ്ടാവും, എനിക്ക് വരുന്ന അതേ ഗിയറിൽ തന്നെ വണ്ടി മുന്നോട്ട് എടുത്ത് പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെയും ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും. ഒരൊറ്റ ട്രെയിനിങ് പോലും മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല ഈ കൈ ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ അനുകൂലമായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട്, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമേ ഞാൻ എൻ്റെ ട്രെയിനിങ്ങുകളിലൊക്കെ പറയുന്നത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ്, അല്ലാതെ വേറൊരാളുടെ എക്സ്പീരിയൻസ് ഞാൻ അധികം കോട്ട് ചെയ്യാറില്ല. കഴിയുന്നിടത്തോളം ഞാൻ കോട്ട് ചെയ്യാറില്ല. എൻ്റെ എക്സ്പീരിയൻസാണ്, ഞാൻ എന്ത് ആണ് മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ എന്താണ് നേടിയിരിക്കുന്നത്, അറിഞ്ഞിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഉപാധിയായിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു സംഭവത്തെയും കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളെ അതായത് നമ്മൾ എക്സ്റ്റേണൽ നമ്മൾ അറിയാതെ ചില വിഷയങ്ങൾ ഇതേപോലത്തെ നമ്മളെ സ്വാധീനം ചെലുത്തുന്ന നമ്മൾ സ്വാധീനിച്ചാൽ അത്തരം കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റും. ഞാനത് വിട്ടു. ഞാനതിനെ നേരത്തെ പറഞ്ഞ കൈയൊടിഞ്ഞ കേസിലാണെങ്കിൽ ഞാനത് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം പുതിയ പാഠങ്ങളാണ്, പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ ഉള്ള ചിന്തകൾ മനസ്സിൽ കയറി കഴിഞ്ഞാൽ, ബോധപൂർവമോ അല്ലാതെയോ ചിന്തകൾ മനസ്സിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനോടകം തന്നെ വിതച്ച വിത്തുകൾ ഉണ്ടാകും. പ്രതികൂലമായിട്ടുള്ള ധാരാളം ചിന്തകൾ ബോധപൂർവമോ അല്ലാതെയോ നമ്മളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ ആണെങ്കിൽ തന്നെ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ കള പിഴുത് കളയുന്ന മാതിരി അതിനെ പിഴുത് കളയാൻ പറ്റും. അതിനുള്ള ടെക്നിക്കുകളെല്ലാം ഈ കോഴ്സിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു വലിയ വിളയിന്റെ ഇടയിൽ കളകൾ മുളച്ചു പൊന്തില്ലേ, അതിനെ റിമൂവ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അത്ര തന്നെ ശ്രദ്ധ ചിന്തകളുടെ കാര്യത്തിലും തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, മറ്റെന്തെങ്കിലും? അപ്പോ തൽക്കാലം നമുക്ക് പിരിയാം. ശരി, സന്തോഷം. ഈ വൈകിയ വേളയിലും വളരെ ശ്രദ്ധയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി കേട്ടിരിക്കുന്നതിന് ഒരുപാട് സന്തോഷം. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേക്കുക, അതിന്റെ മറ്റു കാര്യങ്ങൾ തരാം. സാറിന്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞത് ഞാൻ കണ്ടു. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ സാറിന് എങ്ങനെ പറ്റി, ഇങ്ങനെ ഞാൻ അങ്ങനെ ഇങ്ങനെ എല്ലാം നോക്കി കൈ ഒടിഞ്ഞിരിക്കുവാണോ, അതിന് ആൻസർ ഇന്ന് കിട്ടി. അഭിനയിക്കുകയാണോ? അന്ന് ഞാൻ ചിന്തിച്ചിട്ട് എങ്ങനെ ഒടിഞ്ഞു, കൈ ഒടിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ ഒത്തിരി വട്ടം നോക്കിയായിരുന്നു. അപ്പൊ സാർ അതിന് ആൻസർ പറഞ്ഞു. ശരി. അപ്പൊ അത് അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ? ആ കൈ എന്ത് പറ്റിയെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ശരി. എന്താണ് സംഭവിച്ചത്? അപ്പോ ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വെബിനാറുകൾ, അതുപോലെ ഹിപ്നോസിന്റെ വെബിനാറുകൾ ഒക്കെ വെക്കാം, ലൈവ് ക്ലാസ്സുകൾ വെക്കാം. മെയ് മാസത്തില് ട്രിവാൻഡ്രത്ത് ഹിപ്നോസിന്റെ ലെവൽ 2 ട്രെയിനിങ് 3 ദിവസത്തിലുണ്ട്. അപ്പോൾ കഴിയുന്നിടത്തോളം പേര് അതിനെ പങ്കെടുക്കുക. അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഗ്രൂപ്പിലിടാൻ ഞാനിപ്പോൾ ഓർത്തപ്പോൾ പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി എൻ്റെ മുന്നിൽ നിന്ന് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു രീതിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. ബൈ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. Good night. Good night. Thank you. Good night.